നമ്മുടെ പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വണ്ണം ഭയങ്കരമാണ്, എന്തുകൊണ്ടാണ് ഈ ഡോക്ടറിൻ്റെ വണ്ണം കൂടുതൽ ഇരിക്കുന്നത്. എനിക്കത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്യുമല്ലോ. ഞാൻ കഴിക്കുന്ന ആഹാരം കണ്ടിട്ട് നിങ്ങൾ പലരും അന്തപ്പെടും. രാവിലെ 2 ഇഡ്ഡലി, ഉച്ചയ്ക്ക് ഞാൻ 1 കപ്പ് ചോറ് അത്ര കഴിക്കത്തുള്ളൂ. രാവിലെ 1.5 മണിക്കൂർ നടക്കും, വൈകുന്നേരം 1.5 മണിക്കൂർ നടക്കും. എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോവിഡ് ഇറങ്ങുന്നതിന് മുമ്പ് 2011, 2012 സമയത്ത് 2015 ഒക്കെ ഉള്ള പല മെഡിക്കൽ കോൺഫറൻസിലും ഇതിനുള്ള ഹിന്റുകൾ ഉണ്ടായിരുന്നു. അതായത് ഇനി അടുത്ത ലൈൻ ഓഫ് വാർഫെയർ തോക്കും ബുള്ളറ്റും കൊണ്ടുള്ള യുദ്ധമായിരിക്കില്ല. ഈ പറഞ്ഞ മാതിരി ബയോളജിക്കൽ മെറ്റീരിയൽസ്, വൈറസുകൾ, ഇത് ബാക്ടീരിയ. കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ചുമ, കുറച്ചു ദിവസത്തേക്ക് ശബ്ദം നഷ്ടമാക്കുന്ന, നീണ്ടു നിൽക്കുന്ന ചുമയുണ്ടാക്കുന്ന വൈറസ് ബാധ സംസ്ഥാനത്ത് കൂടുകയാണ്. വൈറസുകളാണ് വിട്ടുമാറാത്ത ചുമയ്ക്ക് പിന്നിൽ. ഇപ്പോൾ ആഴ്ചകളോളം ഈ അസ്വസ്ഥത നീണ്ടു നിൽക്കുന്നതായാണ് കാണുന്നത്. പലരും ആന്റിബയോട്ടിക്സ് 1 കോഴ്സ്, 2 കോഴ്സ്, 3 കോഴ്സ് കഴിച്ചിട്ടും ഒരു എഫക്റ്റും ഇല്ലാതെ തുടരുന്നുണ്ട്. ഒരു പരിധിവരെ ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താമെന്നുള്ളതല്ലാതെ അത് കംപ്ലീറ്റ് ആയിട്ട് ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടില്ല. 42 പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയബറ്റീസ് ഈസ് എ ബിസിനസ്. നമ്മൾ ഇതിനെപ്പറ്റി പ്രതിപാദിച്ച് കഴിഞ്ഞൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൽ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റി കൂടുതലായി നമ്മൾ ഇന്ന് സംസാരിക്കുകയാണ് വീണ്ടും ഡോക്ടർ ഗോപിനാഥ് സുനിലുമായിട്ട്. ഈ എപ്പിസോഡ് മുഴുവനായും കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സ് ആയും റീൽസ് ആയും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. ഈ ഫുൾ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. ഡോക്ടർ ഗോപിനാഥ് സുനിലിനെ വീണ്ടും നമ്മുടെ 42 പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സുനിൽ, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. സാർ ഒരുപാട് സ്ഥലങ്ങളിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ലൈക്ക് വലിയ വലിയ യൂണിവേഴ്സിറ്റീസ്, നല്ല സ്റ്റാൻഫോർഡ്, ക്ലീവ്ലൻഡ്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഈ റിസർച്ച് എന്ന് പറയുന്നത് ഒരുപാട് വലിയ പൊട്ടൻഷ്യൽ ഉള്ള സംഭവമാണ്. ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ചില സമയത്ത് ചില മനുഷ്യരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് ആ റിസർച്ച് ഒരുപാട് ചിലപ്പോൾ വളച്ചൊടിക്കപ്പെടാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് മായം ചേർക്കപ്പെടാം. അങ്ങനത്തെ എക്സ്പീരിയൻസ് സാറിന് ഉണ്ടായിട്ടുണ്ടോ? ആൻഡ് ലൈക്ക് ഈ റിസർച്ചുകൾ എത്ര ഒത്തൻറ്റിക് ആണ്? ലൈക്ക് അതൊരു ഫൈനൽ പ്രോഡക്റ്റ് വെളിയിലോട്ട് വരുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ അത് ബാധിക്കുന്നത്? അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ റിസർച്ചിലായിട്ട് എത്തിപ്പെട്ടത് വളരെ യാദൃച്ഛികമായിട്ടാണ്. ഞാനിങ്ങനെ ഇവിടെ ഒരുപാട് ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് സ്റ്റാച്യൂയുടെ സൈറ്റിൽ പോകുമായിരുന്നു, ഒരു മെമ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് ഞാൻ ഒരുപാട് നാൾ, ഏകദേശം 6 മാസത്തോളം ഞാനിങ്ങനെ ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എനിക്ക്. അതായത് ഈ അന്ന് ഇൻഫെർട്ടിലിറ്റിയിൽ കുറച്ച് ഒരു താല്പര്യം തോന്നി. അന്ന് ആ സമയത്ത് എറണാകുളത്ത് വെച്ച് ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തി അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ അന്ന് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടികളുണ്ടാകാത്തവർ പോയി ചെന്ന് പുത്രകാമേഷ്ടി യാഗം ഒക്കെ ചെയ്യുന്നപ്പോൾ അത്രമാത്രം നോൺ സയൻറ്റിഫിക് ആയിട്ടുള്ള വേയിൽ വരെ ആളുകൾ പൈസ അന്ന് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു, അത് മുടക്കി ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിലെനിക്കൊരു ക്യൂരിയോസിറ്റി വന്നിട്ട് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ആ ടൈപ്പ് ജേർണൽസൊക്കെ വായിക്കാനായിട്ട് ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ അങ്ങനെ WHO നേതൃത്വത്തിൽ ഒരു ഫെലോഷിപ്പ് നടത്തുന്നുണ്ടായിരുന്നു അവർ, റീപ്രൊഡക്റ്റീവ് എൻഡോക്രിനോളജിയിൽ. അപ്പോൾ ജനീവയിൽ വെച്ചാണ് സംഭവം. അപ്പോൾ ചുമ്മാ ഒരു ആപ്ലിക്കേഷൻ എഴുതി അയച്ചു. ഇങ്ങനെയുള്ള അവരുടെ ക്യൂരിയോസിറ്റി ഇത് തന്നെയായിരുന്നു. അതായത് ഇത്രയും പോപ്പുലേഷൻ ഉള്ള രാജ്യത്തു നിന്ന് ഒരാൾ ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വന്നതെന്നുള്ള അറിയാൻ വേണ്ടി അവരെന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം ഒരു ഫോൺ ഇൻ്റർവ്യൂ ആയിരുന്നു. ഫോണിൽ വിളിച്ച് അന്നത്തെ കാലത്ത് ട്രങ്ക് കോളൊക്കെ ബുക്ക് ചെയ്തൊക്കെ വിളിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വിളിച്ച് സംസാരിച്ച്, അപ്പോൾ അവർക്ക് എൻ്റെ മറുപടിയുമൊക്കെ റെസ്പോൺസൊക്കെ ഇഷ്ടപ്പെട്ടു. അവരെനിക്കൊരു കംപ്ലീറ്റ് സ്കോളർഷിപ്പ് തന്നു, ഇൻക്ലൂഡിങ് എയർ ടിക്കറ്റൊക്കെ അയച്ചു തന്നു. അങ്ങനെ ഒരു ഇതിലാണ് ഞാനന്ന് പോയത്. അന്ന് 3 മാസത്തെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ താമസം, ഭക്ഷണം, സിംഗിൾ അക്കോമഡേഷനൊക്കെ ആയിരുന്നു തന്നിരുന്നത്. അവിടെ ചെന്ന് ഞാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ജനീവ അവിടെ ജോയിൻ ചെയ്ത് അവിടെ ചെന്ന് ഞാൻ ഇവിടുത്തെ ഉള്ള പ്രൊഫസേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ആ ഒരു രീതിയിലാണ് പോയത്. അപ്പോൾ എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ എണീറ്റ് നിന്ന് സംശയം ചോദിക്കുക. അപ്പോൾ അവിടെ അവർ നിർബന്ധിച്ച് പിടിച്ചിരുത്തും. വൈ ഡു യു ഗെറ്റ് അപ്പ്, ഇരുന്ന് സംസാരിക്കൂ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ തന്നെ ആദ്യം തന്നെ നമുക്ക് ഒരു ഈഗോ ഇല്ലാത്തൊരു ലൈഫിലോട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ അവിടെ പഠിപ്പിക്കാൻ വന്നിരുന്ന ചിലർക്ക് നോബൽ പ്രൈസ് വിന്നേഴ്സായിരുന്നു. അപ്പോൾ നോബൽ പ്രൈസൊക്കെ കിട്ടിയ ആളുകൾ നമ്മുടെ അടുത്ത് ഒരേ ഒരു ഇന്നും പലതാനായിട്ട് പരിചയമുള്ള ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കുന്നു. നമ്മൾ പുള്ളിയെ സാറെന്നൊന്നും വിളിക്കുന്നവർക്ക് ഇഷ്ടമല്ല, ഫസ്റ്റ് നെയിം വെച്ച്. എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എനിക്ക് എപ്പോഴും ഞാൻ അറിയാതെ ഞങ്ങൾ എണീറ്റ് പോകും സംസാരിക്കാൻ തന്നെ. അപ്പോൾ അവർ അതിൻ്റെ ബേസിക്സ് ഒക്കെ പഠിപ്പിച്ചു തന്ന് ഇതിലോട്ട് അവർക്കറിയാം എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുന്ന ഒരാളാണ് ഞാനെന്നറിയാം. നമുക്കിവിടെ യാതൊരു റിസർച്ചും ഇല്ല. നമ്മൾ ബുക്കുകൾ വായിക്കും, ടെക്സ്റ്റ് ബുക്കിഷ് നോളജ് മാത്രമേ നമുക്കുള്ളൂ.
അപ്പോൾ ഒരു ബെഞ്ച് റിസർച്ച് എങ്ങനെയാണ് ആനിമൽ ഹൗസിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്താണ് ആദ്യമായിട്ട് കയറുമ്പോഴത്തേക്ക് നമ്മൾ ഫുട്വെയർ ഊരി വെച്ച് അല്ലെങ്കിൽ ഫുട്വെയറിൻ്റെ പുറത്തുള്ള കവറിങ്ങൊക്കെ ഇട്ട് മറ്റേ ഇതൊക്കെ പല ലായനികളുണ്ട്, അതിലൊക്കെ നമ്മുടെ നിന്നുള്ള ഇൻഫെക്ഷനും ഫംഗസൊക്കെ ആനിമൽസിന് പിടിക്കാതിരിക്കാൻ. അപ്പോൾ അങ്ങനെ ആനിമൽസിനെ എങ്ങനെ കെയർ എടുക്കണം, അങ്ങനെയുള്ള അതൊക്കെ അവർ പഠിപ്പിച്ചു തന്ന്, പിന്നെ അവരുടെ ബ്ലഡ് സ്റ്റഡീസ് അല്ലെങ്കിൽ യൂറിൻ സ്റ്റഡീസ് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെയൊക്കെയുള്ള ഇത് പഠിപ്പിച്ചു തന്ന്. റേഡിയോ ആക്ടിവിറ്റി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതൊക്കെ ഒരുപാട് റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് യൂസ് ചെയ്യും ഇതിൻ്റെ ഈ റിസർച്ചിനൊക്കെ. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെയുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കി തന്നു. അതിൻ്റെ ആ കോഴ്സ് തന്നെ ഒരുപാട് നാളെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു, അത് പാസ്സായി കഴിഞ്ഞപ്പോൾ അവർ അതിനൊരു PhD ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അതുകൊണ്ട് ഇവിടെ തുടരാം. പക്ഷേ അതിന് അടുത്ത 2.5 കൊല്ലം, ആ 2.5 കൊല്ലം കമ്മിറ്റ് ചെയ്യുന്നതിന് ഈ സിംഗിൾ അക്കോമഡേഷൻ തരുള്ളൂ. അപ്പോൾ എനിക്ക് അന്ന് കല്യാണം കഴിച്ച് കുഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫാമിലിയായിട്ട് എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനത് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേ അവർ പറഞ്ഞ് എല്ലാ കംപ്ലീറ്റ് സപ്പോർട്ടോടുകൂടി ഒരു ലാബ് ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് തരാം, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയായിട്ടൊരു MOU മാത്രം കിട്ടിയാൽ മതി. അന്ന് ഞങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഇതായിരുന്നു, എംബ്രിയോ സെൽസിനെ പറ്റിയായിരുന്നു. അപ്പോൾ അബോർഷൻ മെറ്റീരിയൽ ഒരുപാട് വേണം, അവിടെ അബോർഷൻ ബാൻഡാണ്, അതുകൊണ്ട് അവർക്കത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ SIT ഹോസ്പിറ്റലിൽ പറഞ്ഞ ഇഷ്ടംപോലെ അബോർഷൻ മെറ്റീരിയൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവർക്കത് ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. ഞാനവിടെ ഒരു ലാബിന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം. അപ്പോൾ അന്ന് ഇവർ അതെല്ലാം അവിടെ നിന്നുള്ള യൂറോപ്യൻ മണി ഇങ്ങോട്ട് അവർ ട്രാൻസ്ഫർ ചെയ്യാം, ഇവിടെ ലാബ് തുടങ്ങാം. അപ്പോൾ പക്ഷേ ഈ ഒരു ഫീൽഡിൽ ട്രെയിനിങ് കിട്ടിയ ആൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ഒരു പൊളിറ്റിക്കൽ പ്രശ്നം കാരണം ഇവിടുത്തെ സെറ്റപ്പ് അങ്ങനെയാണല്ലോ. ഇവിടുത്തെ പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞാൽ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ അവർ നമ്മളെപ്പോലുള്ള താഴെക്കിടയിലുള്ള ചെറുമികളെടുത്ത് സംസാരിക്കുന്ന പോലും കണ്ണു നിർത്തിങ്ങനെ നോക്കുപോലും ഇല്ല. അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ്. അതൊരു ഹൈറാർക്കി ആയിട്ട് ഇവിടെ അന്ന് നടന്നുമാണ്, ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇവിടെ ഇതൊരു സെറ്റപ്പ് ചെയ്യാനായിട്ട് യാതൊരു ഹെൽപ്പും ഇവിടെ നിന്ന് കിട്ടിയില്ല, സപ്പോർട്ട് ഇവിടെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അത് കാരണം എനിക്ക് തിരിച്ച് വിദേശത്ത് തന്നെ പോകേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാനിവിടെ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് വിദേശത്തോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പോയപ്പോഴത്തേക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി ജനീവയിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല വലുതായിട്ട്. ഒന്നുകിൽ ഫ്രഞ്ച് പഠിക്കണം, അല്ലെങ്കിൽ ലാറ്റിൻ, അല്ലെങ്കിൽ ഇറ്റാലിയൻ, ജർമ്മൻ, ഈ ഭാഷകളാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്. അത് അക്കാഡമിക് സിറ്റുവേഷനിൽ നമുക്ക് ട്രാൻസ്ലേറ്റേഴ്സ് കാണും. ഇതിൻ്റെ ഒരു സ്റ്റഡി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് വാങ്ങിക്കാം ഓഡിയോ ടേപ്പിൽ. അന്ന് ഓഡിയോ കാസറ്റ്സ് ആയിരുന്നു, മേടിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടിട്ട് കേട്ട് ഇന്നതാണ് ഇവർ പറഞ്ഞത് എന്നെങ്ങനെ മനസ്സിലാക്കാം. അങ്ങനെ ഒരു ഇതുണ്ട്. അതൊരു ശാശ്വതമായൊരു പരിഹാരമല്ല. നമുക്കിത് പുതിയൊരു ഭാഷ പഠിച്ചെടുത്ത് പോകുന്നതിന് നല്ലത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ പോകാം എന്നുള്ള ഞാൻ ഇംഗ്ലണ്ടിൽ പോയി. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ മാതിരി റിസർച്ച് ഇതേ സെയിം ഫീൽഡ് ഇത് തുടങ്ങി വെച്ചത് കാരണം ഞാൻ ആ ഫീൽഡിലോട്ട് പോയി. അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇന്ത്യൻ ആർമിയിൽ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് ഇന്ത്യൻ ആർമിയിലോട്ട് വന്നു. ആർമിയിൽ ജോയിൻ ചെയ്തു. ആർമിയിൽ അന്ന് രാജ്യസേവനം എന്നൊരു വലിയൊരു ഇതായിട്ട് ഘടകമായിട്ട് കണ്ട് അത് ഇവിടെ ഈ പറഞ്ഞ മാതിരി റിസർച്ചിനുള്ള യാതൊരു ഫെസിലിറ്റി ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ജവാന്മാർ എല്ലാവരും ഹെൽത്തിയാണ്, ഫിറ്റാണ്. അവരുടെ ലീവ് ആപ്ലിക്കേഷൻ ഒപ്പിടുക, അവർ തിരിച്ചു വരാനായിട്ട് ലേറ്റായി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ എന്തെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ആണ് സാറിനെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ലിവർ അടിച്ചു പോയി, അതിൻ്റെ അപ്പോൾ അതൊക്കെ സെറ്റപ്പ് ചെയ്യുക, അതിൻ്റെ റെക്കോർഡ്സൊക്കെ വെരിഫൈ ചെയ്യുക, അങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ അന്ന് തന്നെ അവിടെ ഇരുന്ന ഒരു ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സീനിയർ ഓഫീസർ തന്നെ പറഞ്ഞു, ഇവിടെ ഇരുന്ന കൊടിവെച്ച കാറിലൊക്കെ പോകാം, സല്യൂട്ടൊക്കെ കിട്ടും, പക്ഷേ തിരിച്ച് റിട്ടയർ ചെയ്യുമ്പോൾ കമ്പൗണ്ടറായിട്ട് റിട്ടയർ ചെയ്യേണ്ടി വരും, നിങ്ങൾ വേറെ അഡ്വാൻസ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ അന്ന് ഇരുന്ന സമയത്ത് എനിക്കൊരു ഭയങ്കര മേജർ ഒരു ആക്സിഡൻറ്റ് പറ്റുകയൊക്കെ ചെയ്തു, ഭുജിൽ റാൺ ഓഫ് കച്ചിൽ വെച്ച്. അതൊന്ന് 6 മാസം കടൽ കയറി കിടക്കുകയും 6 മാസം കടൽ ഇറങ്ങി കഴിഞ്ഞാൽ റോഡൊന്നുമില്ല, ഈ ടെലിഫോൺ പോസ്റ്റ് നോക്കി പോകണം, മുഴുവൻ സോൾട്ട് വേസ്റ്റാണ്, വെള്ള ഡെസേർട്ട് പോലെ കിടക്കും. അപ്പോൾ അവിടെ ഒരു ബോർഡറിൽ ഒരു ജവാനെ പാമ്പ് കടിച്ചപ്പോൾ അത് നോക്കാൻ പോയതാണ്. നോക്കി പോയിട്ട് ജവാനെ ഹെലികോപ്റ്ററിൽ ബേസ് ഹോസ്പിറ്റലിലോട്ട് അയച്ചു. ഞങ്ങൾ തിരിച്ച് ബൈ റോഡ് വരികയായിരുന്നു. അപ്പോൾ ഞാനും ഉറങ്ങിപ്പോയി, ഡ്രൈവറും ഉറങ്ങിപ്പോയി. എന്നുവെച്ചാൽ 200 കിലോമീറ്റർ കണ്ടുണ്ട്. ഒരു ഹിപ്പ് ഫ്രാക്ചറൊക്കെ ആയി, ആ ഒരു മേജർ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് അന്നത്തെ ആർമിയുടെ ഇത് എന്ന് പറഞ്ഞാൽ അവർ വെഹിക്കിളിന് എന്ത് ഡാമേജ് പറ്റി എന്നുള്ളതൊക്കെയായിരുന്നു അവർ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അധികം അഭിവൃദ്ധി ഉണ്ടാവില്ല, എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ തിരിച്ച് അമേരിക്കയ്ക്കോ ഇംഗ്ലണ്ടിലോ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ അമേരിക്കയിലും
ഈ പറഞ്ഞ മാതിരി ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടി. അപ്പം അന്ന് ഈ കേരളത്തിനകത്ത് ഇന്ത്യക്കകത്തുള്ള ഈ ഇൻഫെർട്ടിലിറ്റിയുടെ സ്റ്റാറ്റിസ്റ്റിക്സാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ ഇവിടെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർക്ക് അത് വലിയ താല്പര്യമായിട്ട് തോന്നി, കൗതുകമായിട്ട് തോന്നി. ഇവിടെ നിങ്ങളുടെ രാജ്യത്തെല്ലാം ഭയങ്കര പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ട്യൂബൽ ഒബ്സ്ട്രക്ഷനും പ്രഗ്നൻസി കിട്ടാൻ സാധ്യതയില്ലാതെ ട്യൂബ്സൊക്കെ ഒരുമാതിരി ഷ്രിങ്ക് ചെയ്ത് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി അയാൾ കൂടുതൽ അത് ഇൻഫെക്ഷൻ കൊണ്ടാണോ വരുന്നത്, എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ആ റിസർച്ചിലോട്ട് തിരിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാനതിൽ എത്തിപ്പെട്ടത്. പക്ഷേ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്യൂർ റിസർച്ച്, അവിടെ ഒരുപാട് പ്യൂറിസ്റ്റ് ഉണ്ട്. അതായത് കംപ്ലീറ്റ് ആക്ച്വൽ ഡേറ്റ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ നെഗറ്റീവ് ഡേറ്റ. ഒരു ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെ എൻ്റെ എഫക്റ്റ് നമ്മൾ പഠിക്കുന്നു, ആ ഡ്രഗിന് വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാലും അത് പബ്ലിഷ് ചെയ്യണം എന്നൊരു എത്തിക്സ് ഉണ്ട്. ഇപ്പോൾ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗിന് എഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡേറ്റ പബ്ലിഷ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ ഡേറ്റ മുഴുവൻ ഡിസ്ട്രോയ് ചെയ്ത് കളയും അല്ലെങ്കിൽ സപ്രസ് ചെയ്യും. പക്ഷേ അമേരിക്കയിലുള്ളൊരു എന്ന് പറഞ്ഞാൽ അവർ 7 വർഷത്തേക്ക് ആ ഡേറ്റ മുഴുവൻ പ്രിസർവ് ചെയ്യണം. എന്തെങ്കിലും ഭാവിയിൽ ആർക്കെങ്കിലും സംശയം തോന്നി തിരിച്ച് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതവിടെ ചെയ്യണം. അതൊക്കെ റിസർച്ചിലുള്ള എത്തിക്സാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതൊന്നും ഫോളോ ചെയ്യാത്ത ചില ഗ്രൂപ്പുകളുണ്ട്. സങ്കടമുണ്ട് പറയാൻ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുറേ ആളുകൾ അതിൻ്റെ പുറയിലുണ്ട്. ഇന്ത്യക്കാരും പാകിസ്ഥാനീസ്, ബംഗ്ലാദേശീസ്, ശ്രീലങ്കൻസ്, നമ്മളുടെ ഈ ഈസ്റ്റേൺ ബ്ലോക്കിൽ നിന്ന് വരുന്ന കുറേ റഷ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പുകൾ, ചൈനീസ് വളരെ നൊട്ടോറിയസ് ആണ്. ചൈനീസിൽ അവിടെ നിന്ന് ഈ പേപ്പർ മിൽസ് എന്ന് പറയും. അതായത് ഓരോ ആഴ്ചയും ഓരോ പേപ്പർ അടിച്ചിറക്കുക, ചുമ്മാ കള്ള ഡേറ്റ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അത് വളരെ അവിടുത്തെ വെസ്റ്റേൺ ആളുകളൊക്കെ വളരെ സെൻസിറ്റീവായിട്ടിരിക്കുന്ന ഒരു ഏരിയാസാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളതിൽ ചെന്നപ്പോൾ ഞാനതിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഇട ഉണ്ടായി. 2018 ഇങ്ങനെ ഒരു ഭയങ്കര വലിയ റിസർച്ച് കമ്പനി എന്ന് പറഞ്ഞു ഞാനവിടെ ജോയിൻ ചെയ്തു. 500 പരം ക്ലിനിക്കൽ ട്രയൽസ് നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്തു. അന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരെല്ലാം ഈ ഫേക്ക് ഡേറ്റ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്ന ഡേറ്റ അതുണ്ടാക്കി അത് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ പേഷ്യൻസിനെ റിക്രൂട്ട് ചെയ്ത് വെച്ചേക്കും. ഓൺ പേപ്പർ അവരുടെ എല്ലാം പേരും അഡ്രസ്സും വയസ്സും എല്ലാം കാണും. പക്ഷേ ഈ പേഷ്യൻസ് ചിലപ്പോൾ ജീവനോടുള്ള പേഷ്യൻസ് ആയിരിക്കില്ല, ഫിക്റ്റീഷ്യസ് നെയിംസ് ആയിരിക്കും. അവരുടെ സാമ്പിൾസ്, ബോഡി ഫ്ലൂയിഡ്സ്, ഇപ്പോൾ ബ്ലഡ്, യൂറിനൊക്കെ അനാലിസിസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫേക്കായിട്ട് വേറെ ആരുടെയെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെയൊക്കെ എടുത്ത് അയക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഡേറ്റ കംപ്ലീറ്റ് മിസ്മാച്ച് ചെയ്തിട്ട് കമ്പനികൾക്കറിയില്ലല്ലോ, അവർ പൈസ കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു ഫേമിനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ നമ്മളത് എഴുതാൻ, നമുക്ക് ആ എത്തിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അവർ പൈസ തരും, അവരറിയത്തുമില്ല, ഈ ഡേറ്റ കടന്നു പോകും. എന്നിട്ട് നമുക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഈ ഡ്രഗ് ചിലപ്പോൾ ഫൈനലി റിലീസ്ഡ് ആവുകയാണെങ്കിൽ അവർ ക്ലെയിം ചെയ്യുന്ന എഫക്ട്സ് ഒന്നും കാണത്തില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ ഇവർ ക്ലെയിം ചെയ്യാത്ത സൈഡ് എഫക്ട്സ് ഒക്കെ പുറത്ത് വന്നു വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു മരുന്നിൻ്റെ ക്വാളിറ്റിയും എന്താ പറയുക ആളുകളുടെ ജീവനെയൊക്കെ ഭീഷണിയായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ ഈ റിസർച്ച് എത്തിക്സിനെ പറ്റി ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള കോഴ്സുകളുണ്ട് അവിടെ. ഇതെല്ലാം നമ്മൾ മാൻഡറ്ററി ആയിട്ട് ചെയ്തിരിക്കണം. ഇതൊക്കെ ചെയ്യും. എന്നാലും അതിനുശേഷം നമുക്ക് നമ്മുടെ ബോസ് ആരാണോ ഇരിക്കുന്നത് അവർ പറയുന്നത് ചിലപ്പോൾ കേൾക്കേണ്ടതായിട്ട് വരും. വളരെ രസകരമായ സംഭവം, ഞാൻ അവിടെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 10 മണി 11 മണി സമയം, വിൻ്റർ സമയത്താണ്. അപ്പോൾ നല്ല ശകലം വെയിൽ വരുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാം വെയിലത്ത് വെയിൽ കൊള്ളാൻ പോയിരിക്കും. അപ്പോൾ പോയിരുന്നപ്പോഴത്തേക്ക് അവിടെ ഈ പറഞ്ഞ മാതിരി ഒരു പത്രക്കാരൻ അവിടെ വന്നു. ദ മാൻ ഓൺ ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, വേർ ആർ യു ഫ്രം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഞാൻ റിസർച്ച് ചെയ്യുന്നു. അപ്പോൾ എന്ത് സബ്ജക്റ്റ്? എൻ്റെ സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ ഒരു റാൻഡം ക്വസ്റ്റ്യൻ ചോദിച്ചു. ലെറ്റ് മീ ഗിവ് ഒരു ചെറിയ സിനേറിയോ ദാറ്റ് യുവർ ബോസ് ഹാസ് എംബസിൽഡ് സേ $10 million. നിങ്ങൾക്ക് $1 million തന്നിട്ട് ഇത് നിങ്ങളത് കണ്ണടയ്ക്കാൻ പറഞ്ഞ് നിങ്ങൾ കണ്ണടയ്ക്കുമോ? ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ആ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ്, എൻ്റെ ബോസ്സായിരിക്കുന്ന ആൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ് ഐ മേ പ്രോബബ്ലി ഡു ഇറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഞാനതിൽ വിഷമിക്കുന്നു അത് പറഞ്ഞ് അങ്ങനെ. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ വന്നത്. നമ്മളൊരു അടിമ രാജ്യം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ മാതിരി വെസ്റ്റേൺ ആളുകളുടെ സായിപ്പിൻ്റെ മുമ്പ് വരുമ്പോൾ കവാത്ത് മറക്കും എന്ന് പറഞ്ഞ മാതിരി സായിപ്പ് എന്താ പറഞ്ഞാൽ നമ്മളത് വേദവാക്യം പോലെ. പക്ഷേ അവിടെ ഞാൻ ജോലി ചെയ്യാൻ ഇടയായ സാഹചര്യങ്ങളെല്ലാം
എന്തോ ദൈവകാരുണ്യം എന്നുള്ള പറഞ്ഞ പോലെ വളരെ ഹൈ എത്തിക്സ് ഉള്ള കുറേ മനുഷ്യരുമായിട്ട് എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അവർ ഈ പറഞ്ഞ മാതിരി ഒരു ഈഗോയും ഇല്ലാതെ ചില കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻറ്റ് റിസർച്ചിൽ കണ്ടുപിടിച്ച് അവരുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള, ഫോർ എക്സാമ്പിൾ തൈറോയ്ഡ് ഹോർമോണിൻ്റെ റിസപ്റ്റർ അത് കണ്ടുപിടിച്ച ഒരാളായിരുന്നു എൻ്റെ ബോസ്, ഡോക്ടർ ഓപ്പൻഹൈമർ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ ഒരുപാട് നല്ല എത്തിക്സ് ഉള്ള മനുഷ്യരുമായിട്ട് ഇടപഴകാൻ പറ്റിയപ്പോൾ അങ്ങനെയുള്ള ചില നല്ല ഹാബിറ്റ്സൊക്കെ എനിക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ റാൻഡം ഒക്കറൻസസ് ആണ്. ചിലപ്പോൾ നമ്മൾ വളരെ ഒരു എത്തിക്സ് ഒന്നും ഇല്ലാത്ത മനുഷ്യരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഹാബിറ്റ്സ് പിക്കപ്പ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഉപദേശിച്ചു തരാനൊന്നും ആരും ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ എന്താ പറഞ്ഞ ഒഴുക്കിൻ്റെ കൂടെ അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ ആണ് ഇതിലൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ബഡ്ഡിങ് സയൻറ്റിസ്റ്റിനും ബഡ്ഡിങ് റിസർച്ചേഴ്സിനുള്ള ഒരു അഡ്വൈസാണ്, ഡു യുവർ ഹോംവർക്ക്. അപ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് ഏത് രീതിയിലാണ്, നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളത് കാരണം സ്കൈ ഈസ് ദ ലിമിറ്റ്, നമുക്ക് ഏത് അറ്റം വരെ വേണമെങ്കിലും പോവാം. അപ്പോൾ അതിനുള്ള റിസോഴ്സസ് ഉണ്ട്, അതിനുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഇൻട്രസ്റ്റിന് പറ്റിയ കാര്യമാണോ എന്നുള്ളത് നമ്മൾ ഗാഠമായിട്ട് ആലോചിക്കണം. പിന്നെ നമുക്ക് നമ്മുടെ ഫീൽഡിനെ കുറിച്ച് നമ്മൾ നല്ലൊരു ബോധം വേണം. പിന്നെ ഈ പറഞ്ഞ മാതിരി റിസർച്ച് ചെയ്യുമ്പോൾ അതിനൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. അപ്പോൾ കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അത് നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ, പക്ഷേ അതിൻ്റെ ഔട്ട്കം നമ്മൾ ഓണസ്റ്റായിട്ട് സിൻസിയറായിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യും. നമ്മൾ ലോക്കലിലുള്ള ആൾക്കാരായിരുന്നാലും ഇന്ത്യൻസ് ആണെങ്കിലും പൊതുവേ ഈ പുറത്തുനിന്നുള്ള ഡേറ്റ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഈ പറയുന്ന പോലെ US എന്നൊക്കെ വരുന്ന ഡേറ്റ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിലും അപ്പുറം വേറൊന്നും ഇല്ല, ദൈവവാചകം പോലെയൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തവണത്തെ പോഡ്കാസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു മരുന്നിനെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഡയബറ്റീസിനുള്ള മരുന്ന്, ഇത് ഞങ്ങൾ അവിടെ സ്റ്റഡി ചെയ്തതാണ്. ആ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ട്രയൽ നിർത്തുകയാണ്, ഈ മരുന്ന് ഇവിടെ റിലീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്ന് മനസ്സിലാക്കിയിരുന്നത് ഫെഡറൽ ഗവൺമെൻറ് അത് ബാൻ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ബാൻ ചെയ്തിരുന്നില്ല, ഇവർ അതിനുള്ള റിലീസിനുള്ള ആപ്ലിക്കേഷന് പോയില്ല. ഇവർക്കറിയായിരുന്നത് ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല, അവർ ബാൻ ചെയ്യുന്നുള്ള അവർക്കറിയായിരുന്നു. അതുകൊണ്ട് ഇവർ ആ സ്റ്റേജിൽ റിസർച്ച് നിർത്തിയിട്ട് ഇവർ അതേ ഡ്രഗ് കൊണ്ടുവന്ന് ഇവിടെ ഇന്ത്യയിലും ബാക്കിയുള്ള ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇറക്കി. അവിടേക്ക് ഇവിടെ ഇപ്പോൾ ചൂടപ്പം പോലെ വിറ്റഴിയാണ്. ഞങ്ങൾ അവിടെ എങ്ങനെയാണ് ഒരു ഡേറ്റ എൻ്റർടൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെയാണ് ഇവിടെ പലരും പ്രാക്ടീസ് ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഒരിക്കലും ഒരു പേപ്പർ അതിൻ്റെ ഫേസ് വാല്യൂവിൽ ട്രസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നോക്കുന്നത് അതിൻ്റെ ഓതേഴ്സിനെ നോക്കും, എന്നിട്ട് അതിൻ്റെ ഫണ്ടിങ് എവിടുന്ന് വന്നു നോക്കും. അപ്പോൾ ഇതൊരു മരുന്ന് കമ്പനി ഫണ്ട് ചെയ്ത ട്രയലാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ പഠിച്ചിരിക്കുന്നത്. അവരെന്ത് പബ്ലിക്കിനോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നോ ആ ഡേറ്റയാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്, അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ അത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണ്ടി, പലരും ഈ പേപ്പർ കോട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഇങ്ങനെയുള്ള ഇതൊന്നും നോക്കാതെയാണ് എടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിരിക്കും. ബിക്കോസ് അതിൽ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഡേറ്റ കടന്നുകൂടിയിട്ട് നമ്മുടെ ഔട്ട്കമ്മിനെ എഫക്റ്റ് ചെയ്യും. ഞങ്ങളവിടെ പറയും, യു ക്യാൻ ടോർച്ചർ ഡേറ്റ അണ്ടർ ഇറ്റ് കൺഫെസസ് വാട്ട് യു വാണ്ട് ഇറ്റ് ടു കൺഫെസ്. അടിച്ച് പോയി ഇപ്പോൾ ജയിലിൽ ഒരാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് നീ കുറ്റം ചെയ്തോ, ഈ മാല മോട്ടിച്ച് ചെയ്യും, മാല മോട്ടിച്ച് കുറേ അടിയും ചവിട്ട് കൊടുത്തു കഴിയുമ്പോൾ അവൻ അവസാനം മോട്ടിക്കാത്ത കാര്യം മോട്ടിച്ചു എന്ന് പറയും. ഈ പഞ്ചായത്ത് നടന്ന എല്ലാ കേസുകളും ഞാനാണ് ചെയ്തതെന്നോ അവസാനം സബ്മിറ്റ് വേദന സഹിക്കാൻ വയ്യാച്ച് എന്ന് പറഞ്ഞ മാതിരി ഡേറ്റയെ അതുപോലെയാണ്. നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് പാരാമീറ്റേഴ്സൊക്കെ മാറ്റി മറിച്ച് ഈ പറഞ്ഞ മാതിരി കള്ള ഇതൊക്കെ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് പറയാൻ ഉദ്ദേശിച്ച സ്റ്റോറി നമുക്ക് അതിൽ കൂടെ പറയാൻ പറ്റും. അപ്പോൾ ഈ മെഡിക്കൽ ഡേറ്റ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ എവിടെ നിന്ന് കിട്ടുക, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് വേണം. അപ്പോൾ ഇത് ഒരു മരുന്നിനെ കുറിച്ച് ഒരു പേപ്പർ വെച്ച് സാറ്റിസ്ഫൈഡ് ആകരുത്. ഒരു 5-6 പല സെൻറ്റേഴ്സിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസ് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഈ ഒരു അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്, അമേരിക്കയുടെ ഒരു ഡേറ്റാബേസ് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ലൈബ്രറീസ് ഓഫ് മെഡിസിൻ, nih.nlm.org എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പോയി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പബ്ലിക് മെഡിസിൻ, അതിനുള്ള എല്ലാ മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാ പേപ്പറിൻ്റെ ഡേറ്റയും ഇൻഫർമേഷൻ എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ടാഗ് ലൈനിൽ നമ്മൾ ഇഷ്ടമുള്ള ഇപ്പോൾ ഏതെങ്കിലും ക്യാൻസർ അതിനുള്ള റിസർച്ചിനുള്ള ഏത് ക്യാൻസറാണ്, ബ്ലാഡർ ക്യാൻസർ അല്ലെങ്കിൽ തൈറോയിഡ് ക്യാൻസർ, അങ്ങനെയുള്ള ഏത് ക്യാൻസറും നമുക്ക് അതിനുള്ള ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ
എന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഉള്ള ലക്ഷക്കണക്കിന് പേപ്പറുകൾ വരും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ 1910 മുതലുള്ള ഡേറ്റ നമുക്ക് എടുക്കാം, 1980 മുതലുള്ള ഡേറ്റ നമുക്ക് എടുക്കാം. നമുക്ക് ഞാൻ യൂഷ്വലി കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 10-20 വർഷം പുറകോട്ട് പോയിട്ട് അതിനുള്ള ഡേറ്റ അത്രയും നോക്കി തന്നെ പേജുകൾ 200-300 പേജ് നിറച്ച് ഡേറ്റ വരും. അപ്പോൾ അതിൽ നോക്കി നമ്മൾ സെലക്റ്റീവ് ആയി പറഞ്ഞ മാതിരി നമുക്കറിയാവുന്ന ഓതേഴ്സ്, അറിയാവുന്ന വിശ്വസിക്കാവുന്ന സെൻറ്ററുകളിൽ ചെയ്ത സ്റ്റഡീസ് അത് 2-3 എടുത്തിട്ട് അത് കമ്പയർ ചെയ്ത് അതിൻ്റെ അകത്ത് ഓരോന്നിനകത്തും ബിബ്ലിയോഗ്രഫിയിൽ ഇഷ്ടംപോലെ റെഫറൻസസ് കൊടുക്കും. ആ റെഫറൻസൊക്കെ 1-2 ക്രോസ് ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് അങ്ങനെയാണ് നമ്മൾ ഡേറ്റ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ChatGPT ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അവർ കുറേയൊക്കെ ഈ ഡേറ്റ ക്രഞ്ച് ചെയ്ത് അവരൊരു നെറ്റ് ഇൻഫർമേഷൻ തരും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി 1 ഗ്ലാസ് ഉപ്പ് വെള്ളവും 1 ഗ്ലാസ് പഞ്ചസാര വെള്ളവും കൂടെ കലർത്തി വെച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് രുചിയാണ് ഉള്ളതെന്ന് വെച്ചാൽ കുറേ ഉപ്പിൻ്റെ ഉപ്പിൻ്റെന്ന് പറയും, ചിലർ പഞ്ചസാര എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു മിക്സറായിട്ട് ഈ ChatGPT പോലുള്ള സാധനങ്ങളൊക്കെ പറയുള്ളൂ. അതിൽ യഥാർത്ഥ വശം അനുസരിക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് എന്ത് ഔട്ട്കം ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് ഇന്നൊരു അസുഖത്തിന് ഏത് മരുന്നാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള ആളുകളെ സ്റ്റഡി ചെയ്ത ഡേറ്റ നമ്മൾ നോക്കും. നേരെ മറിച്ച് ചെറുപ്പക്കാരെയും വയസ്സായവരെയും അമ്മമാരെയും ഇതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു മിശ്രിതമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് നടത്തുന്ന റിസർച്ചുകളിൽ അവരുടെ മെഡിസിൻ കൂടുതൽ ഇതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, വലിയൊരു ടോപ്പിക്കാണ്. കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോവിഡ് വാക്സിൻ വന്നതിനെ പറ്റിയുള്ള സംഭവം. ആ ഒരു വൈറസ് ഒത്തിരി ഇതുണ്ടാക്കിയിട്ടുണ്ട്, ആൾക്കാരുടെ ഇമ്മ്യൂണിറ്റിയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും. അപ്പോൾ അതിൽ ഇങ്ങനെ റിസർച്ച് നടന്നിട്ടുണ്ടോ? കോവിഡ് സമയത്ത് ഒരുപാട് പേപ്പേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ പലതരത്തിലുള്ള ആളുകളുമായിട്ടുള്ള റിയാക്ടിവിറ്റി, അത് പെട്ടെന്നൊരു എപ്പിഡമിക് പോലെ വന്നത് കാരണം ആദ്യമൊക്കെ കുറേ ഈ ഹെൽത്ത് കെയർ റിസോഴ്സൊക്കെ സ്റ്റണ്ടായെങ്കിലും ക്രമേണ അതിൻ്റെ ബാക്കിയുള്ള സയൻറ്റിഫിക് ഡേറ്റ മുഴുവൻ ഇത് കോവിഡ് ഇറങ്ങുന്നതിന് മുമ്പ് 2011-2012 സമയത്ത് 2015 ഒക്കെ ഉള്ള പല മെഡിക്കൽ കോൺഫറൻസസിലും ഇതിനുള്ള ഹിൻറ്റുകളുണ്ടായിരുന്നു. അതായത് ഇനി അടുത്ത ലൈൻ ഓഫ് വാർഫെയർ തോക്കും ബുള്ളറ്റും കൊണ്ടുള്ള യുദ്ധമായിരിക്കില്ല. ഈ പറഞ്ഞ മാതിരി ബയോളജിക്കൽ മെറ്റീരിയൽസ്, വൈറസുകൾ, ഇത് ബാക്ടീരിയ, പിന്നെ ഈ പറഞ്ഞ മാതിരി പോയ്സൺസ്. ഇപ്പോൾ റൈസിൻ എന്ന് പറഞ്ഞുള്ള പോയ്സണൊക്കെ ഇറങ്ങിയല്ലോ, പൊടി രൂപത്തിൽ എൻവലപ്സിലും എഴുത്തിൻ്റെ പുറത്തൊക്കെ നമ്മൾ കാണാൻ അറിയാത്ത രീതിയിലൊക്കെ വരും. അപ്പോൾ അത് റൈസിൻ എന്ന് പറയുന്നത് ആസ് ലിറ്റിൽ ആസ് 1 ഗ്രാമോ 2 ഗ്രാമോ ഒക്കെ ഉള്ള പൗഡർ മതി. നമ്മുടെ കയ്യിൽ നമ്മളൊരു എഴുത്ത് തുറന്ന് വായിച്ചിട്ട് അതവിടെ ഇട്ടു, എന്നിട്ട് നമ്മൾ ആ കൈ കഴുകാതെ എങ്ങാനും 1 ഗ്ലാസ് വെള്ളം എന്തെങ്കിലും എടുത്ത് കുടിച്ചു, ശകലം വയറ്റുന്ന വിതിൻ 2 hours 2 മണിക്കൂർ വരെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല. അതിനകം നമ്മൾ പെട്ടെന്നങ്ങ് ബോഡി കുഴഞ്ഞു വീഴുക, മരിക്കുക. അത്ര മാരകമായൊരു വിഷമാണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങി. അപ്പോൾ അതാണ് ഇനി അടുത്ത ലെവൽ ഓഫ് വാർഫെയർ എന്ന് അന്ന് അവർ പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു. അത് പ്രൊഡിക്റ്റ് ചെയ്ത കൂട്ടത്തിൽ ഒരുപാട് വളരെ വെൽ നോൺ സെലിബ്രിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്നവർ തന്നെ ആയിരിക്കും ഇതിനുള്ള റിസർച്ചിന് പൈസ കൊടുത്തിട്ടുള്ളത്, നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇത് വന്നതും. അപ്പോൾ കോവിഡ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വൈറസ് വർഷങ്ങളോളം ദശകങ്ങളോളം ജീവിക്കണം, ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് എളുപ്പത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യണം. അയാളുടെ ദേഹത്ത് കയറിക്കഴിഞ്ഞാൽ അത് വർഷങ്ങളോട് അവിടെ തന്നെ കിടക്കണം. അപ്പോൾ അതിൻ്റെ ശരീരത്തിനകത്ത് ഒരു ഫോറിൻ സാധനം കയറിക്കഴിഞ്ഞാൽ അതിനെ പുറന്തള്ളാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളത്. ആ ഇമ്മ്യൂൺ മെക്കാനിസത്തിനെ തന്നെ തളർത്തണം. എന്നിട്ട് അത് ഈ പലതരം വൈറസിൽ നിന്നുള്ള കൂട്ടുമിശ്രിതമായത് കാരണം ഒരു അസുഖത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണണമെന്നില്ല. അപ്പോൾ പലർക്കും പല ലക്ഷണങ്ങളായിട്ട് വരാം. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ തളർച്ച വരുന്നത് കാരണം ഇത് പെറ്റുപെരുകാനും ഇത് ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്യാനും പല ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യാനും മൾട്ടി ഓർഗൻ ഫെയിലിയറൊക്കെ വരെ നിർത്താനും സെപ്സിസ് ആകാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് കുറേ പേര് മരിച്ചത്. അപ്പോൾ അവർ ആദ്യം പെട്ടെന്നൊരു ഇമ്പാക്റ്റ് അങ്ങനെയാണ് വന്നത്. അപ്പോൾ കുറേശ്ശെ ഇതിനെ ചെറുക്കാനും ഇതിന് ഒരു ആളുകൾ എൻമാസായിട്ട് ചത്തൊടുങ്ങി കഴിഞ്ഞാൽ അത് ഹ്യൂമൻ കൈൻഡിനെ തന്നെ ബാധിക്കുമല്ലോ. അപ്പോൾ അത് കാരണമാണ് ഇവർ ഒരു വേർഷൻ പറയുന്നത് ഈ വൈറസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ ഇതിൻ്റെ ആൻറ്റിബോഡി വാക്സിൻ കണ്ടുപിടിച്ചു. വാക്സിൻ മാർക്കറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷേ പല തിയറീസ് ഉണ്ട് ഇതിൻ്റെ പുറകെ. അപ്പോൾ ഇതെല്ലാം തിയറീസായിട്ട് തന്നെ നിൽക്കട്ടെ. അപ്പോൾ എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് കോൺട്രവേഴ്സി ഉള്ളത് കാരണം, ഒന്നും ഫുൾ പ്രൂഫ് അല്ലാത്തത് കാരണം നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട. ഇത് വന്നതിന് ശേഷം ഈ വാക്സിൻസ് ഇറങ്ങിയപ്പോൾ ഈ അഗെയിൻ ഇതിൻ്റെ അകത്ത് വേറെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന പല പ്രോസസ്സസ് ആക്ടിവേറ്റഡ് ആകുന്നതായിട്ട് കണ്ടു. അപ്പോൾ അത് ഒരു ജനറലൈസ്ഡ് ഇൻഫ്ലമേഷൻ, ദേഹത്ത് നീർക്കെട്ടും ഇൻഫ്ലമേഷൻ വരുന്നതിൻ്റെ
അതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റായിട്ട് വന്ന് അതിനോട് കൊടുക്കുന്ന മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് ക്ലോട്ടിൻ്റെ ആ സൈഡ് ഇഫക്ട്സൊക്കെ ഈ വാക്സിന് തന്നെ ഉണ്ടായി. അത് കുറേ പേരൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അത് കാരണം വാക്സിൻ്റെ തന്നെ പല വകഭേദങ്ങൾ ഇറങ്ങി. അപ്പോൾ ബൂസ്റ്ററുകൾ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ബൂസ്റ്റേഴ്സ് വരെ ഇറക്കി. അപ്പോൾ അതൊക്കെ എടുത്തവർക്ക് എഗെയിൻ ആളുകളുടെ ജനറ്റിക് ഘടന അനുസരിച്ച് പലർക്കും പല എഫക്റ്റുകളാണ് ഉണ്ടായത്. കുറേ പേർക്കൊക്കെ ഇത് വെൽ ടോളറബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള മരുന്ന് വാക്സിൻസിന് വരെ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് റിപ്പോർട്ട്സ് വന്നു. അപ്പോൾ ഇപ്പോൾ ഒരു കണക്കിന് പറഞ്ഞാൽ ഇപ്പോഴും ജനിതഘടന മാറിയ ഇതേ വൈറസ് തന്നെ പല രൂപഭേദത്തിൽ, ഇപ്പോൾ ഡെൽറ്റ വൈറസ് ഇറങ്ങി, അത് കഴിഞ്ഞ് പിന്നെ വേറെ 1-2 വകഭേദങ്ങൾ ഇറങ്ങി. അപ്പോൾ ഓരോ വർഷം കടന്നു പോകുമ്പോഴും ഇതിൻ്റെ പുറം ചട്ടയിലും അതിൻ്റെ ആ റിസപ്റ്റർ ഘടനയിലും ഒക്കെ വ്യത്യാസങ്ങളും ചെറിയ പ്രകൃതിയാൽ വരുന്ന ചേഞ്ചസ് വരുത്തി ഒരുപാട് പെർമ്യൂട്ടേഷൻസ്, കോമ്പിനേഷൻസിൽ പുതിയ തരം വൈറസുകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ചുമ പുതിയ ട്രെൻഡിങ്. അതെ, പുതിയ ട്രെൻഡിങ് ചുമ, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പലരും ആൻറ്റിബയോട്ടിക്സ് 1 കോഴ്സ് 2 കോഴ്സ് 3 കോഴ്സ് കഴിച്ചിട്ടും ഒരു എഫക്റ്റും ഇല്ലാതെ തുടരുന്നുണ്ട്. നമുക്ക് ഒരു പരിധിവരെ ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താമെന്നുള്ളതല്ലാതെ അത് കംപ്ലീറ്റായിട്ട് ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും പറഞ്ഞ മാതിരി അത് വകഭേദം മാറി പിന്നെ റീഇൻഫെക്ഷൻ വരും. പണ്ടത്തെ കാലത്താണെങ്കിൽ ഫ്ലൂവോ ന്യൂമോണിയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളോളം വരത്തില്ല. അപ്പോൾ നമുക്ക് ശരീരത്തിൽ ആ ഇമ്മ്യൂണിറ്റി ഉള്ളത് കാരണം, പിന്നെ ഈ പറഞ്ഞ മാതിരി ഇത് ജനിതക മാറ്റം വരുത്തിയ വൈറസുകളായത് കാരണം, പിന്നെ നമ്മുടെ പരിസ്ഥിതി മലിനീകരണം, അതൊക്കെ ഒരുപാട് കാരണങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഈ ഡയബറ്റീസൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇമ്മ്യൂണോ സപ്രഷൻ അവർക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുമാതിരത്തുള്ള കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ അത് വളരെ കാട്ടുതീ പോലെ പടരുന്ന ഒരു സിറ്റുവേഷനായിട്ട് വരും. അപ്പോൾ ഈ ഫ്യൂച്ചർ ഓഫ് മെഡിസിൻ പറയുവാണെങ്കിൽ എൻഡോക്രൈൻ ബേസ്ഡ് ആയിട്ടുള്ളതും ഈ മസിൽ സെൻട്രിക് ആയിട്ടുള്ള മെഡിസിൻസ്, ഇപ്പം ടാബ്ലറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാറിയിട്ട് ഈ ഒരു രീതിയിലോട്ട് വരികയാണെന്നാണോ പുതിയ റിസർച്ചുകളിലൊക്കെ വരുന്നത്? അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇടയ്ക്കൊരു തിയറി ഉണ്ടായിരുന്നു, ഗ്ലൂക്കോസ് സെൻട്രിക് തിയറി എന്ന് ഉണ്ടായിരുന്നു. അതായത് ഗ്ലൂക്കോസ് ആണ് കൺട്രോൾ ചെയ്യേണ്ടത്, ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്താൽ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാവും എന്നുള്ള രീതിയിൽ ഡയബറ്റീസിൻ്റെ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറി ഗ്ലൂക്കോസ് സെൻട്രിക് തിയറി കംപ്ലീറ്റ് ആയിട്ട് അബാൻഡൻ ചെയ്തിട്ട്, വെച്ചാൽ വളരെ ടൈറ്റായിട്ട് ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്തവർക്കും ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അതൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് സെൻട്രിക് തിയറി മാറിയിട്ട് ഓർഗൻ സെൻട്രിക് തിയറി ആയിട്ട് മാറി. അപ്പോൾ ഇപ്പോൾ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഹാർട്ടിനും കിഡ്നിക്കും രക്തക്കൊള്ളുകൾക്കും പ്രശ്നമുള്ളത് കാരണം അതിനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മരുന്നുകളിലോട്ട് ഫോക്കസ് മാറി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ മെറ്റ്ഫോമിൻ വെച്ച് തുടങ്ങി, മെറ്റ്ഫോമിനിൽ നിൽക്കാത്തവർക്ക് ബാക്കിയുള്ള മരുന്നുകൾ കുറേശ്ശെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ആഡ് ചെയ്ത് അവസാനം ഒന്നും വർക്ക് ചെയ്യാത്തവർക്ക് ഇൻസുലിൻ ആഡ് ചെയ്ത് അങ്ങനെയുള്ള അപ്രോച്ചായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് മൾട്ടി സ്റ്റെപ്പ്, ആദ്യമേ തന്നെ ഒരു ഡ്രഗിൽ തുടങ്ങി 2 ഡ്രഗായി 3 ഡ്രഗായി, അതിന് പകരം 3-4 ഡ്രഗ് ഒരുമിച്ച് ഉപയോഗിക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൽ മെയിൻലി ഈ ഹാർട്ട്, ലിവർ, കിഡ്നി അതിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന മരുന്നുകൾ, ഇപ്പോൾ ഡാപ്പാഗ്ലിഫ്ലോസ് എന്നൊരു മരുന്നുണ്ട്, പിന്നെ എംപാഗ്ലിഫ്ലോസ് എന്നുള്ള മരുന്നുണ്ട്. ആ മരുന്നുകൾ അതിൻ്റെ കൂടെ തന്നെ മെറ്റ്ഫോമിനും ഇതൊക്കെ 2-3 തരം മരുന്നുകൾ ഉപയോഗിക്കുക. ഈ GLP-1 എന്നുള്ള ഇഞ്ചെക്ഷൻസൊക്കെ നേരത്തെ ഉപയോഗിക്കുക. പണ്ടത്തെ കാലത്താണെങ്കിൽ ഇതെല്ലാം ലേറ്റർ സ്റ്റേജിലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം നേരത്തെ തന്നെ ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡ് എഫക്റ്റും കോംപ്ലിക്കേഷൻസും പരമാവധി കുറയ്ക്കുക എന്നുള്ള രീതിയിലോട്ട് വന്നിട്ടുണ്ട്. ഈ ജനറ്റിക് തിയറി വന്ന ഹ്യൂമൻ ജനറ്റിക് കോഡ് എന്നൊരു സംഭവം 1990-കളിൽ അവർ സ്റ്റാർട്ട് ചെയ്ത്, ഐ തിങ്ക് ഒരു 10 വർഷം കൊണ്ട് അവർ ഫിനിഷ് ചെയ്ത് ഹ്യൂമൻ ജനറ്റിക് കോഡ് പബ്ലിഷ് ചെയ്തു. അപ്പം നമ്മുടെ കംപ്ലീറ്റ് ഹ്യൂമൻ ജനറ്റിക്കിൻ്റെ ബ്ലൂ പ്രിൻ്റ് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുള്ള എത്ര ജീൻസ് ഉണ്ട്, ഈ ജീൻസൊക്കെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു, ഡിസീസൊക്കെ ജീൻ വൈസ് ആയിട്ട് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് വന്നതോടുകൂടി പലരുടെ ശരീരപ്രകൃതി ചില ശരീരപ്രകൃതിക്ക് ചില മരുന്നുകൾ മാച്ച് ചെയ്യില്ല, അതൊക്കെ ഈ ജനറ്റിക് വ്യത്യാസങ്ങളുണ്ടാണ്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ DNA-യിലുള്ള 95% DNA-യും ഒരു എലിയിലോ ഒരു കുരങ്ങിലോ പട്ടിയിലോ ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ ആ ജനറ്റിക് കോഡ് എല്ലാവർക്കും ബേസിക്കാണ്. അപ്പോൾ പേശികൾ, അസ്ഥികൾ, ഹാർട്ട്, ഇത് സംക്രമണം, ഇതെല്ലാം എല്ലാ ഓർഗനിസത്തിനും കോമൺ ആയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു മനുഷ്യനെ ഒരു എലിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാണ് ഈ 5% ജീനുകളാണ്. ഈ 5% ജീനുകളാണ് ചിലപ്പോൾ ഒരുപാട് ഡിസീസിന് കാരണമാകുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആ സ്പെസിഫിക് ജീനിന് അനുസരിച്ചുള്ള മരുന്നുകൾ,
അപ്പോൾ ജീൻ സ്പെസിഫിക് മെഡിസിൻസ് അത് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നൊരു പുതിയ കോൺസെപ്റ്റ് വന്നു. ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് അവരുടേതായ ജനിതക രീതി അനുസരിച്ച് ഉള്ള മരുന്നുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആൾക്ക് ഒരിക്കലും കുറഞ്ഞതായിട്ട് ഉണങ്ങാത്ത ഒരു വ്രണം കാലിലോ മുട്ടിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക്സ് മാറി പരീക്ഷിക്കും. ഇത് എന്ത് ചെയ്തിട്ട് ഈ മുറിവ് ഉണങ്ങുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു സ്വാബ് എടുത്തിട്ട്, പഴുപ്പിക്കുന്ന ഒരു സ്വാബ് എടുത്തിട്ട് ആ സ്വാബിലുള്ള ബാക്ടീരിയ എന്താണെന്ന് വെച്ചാൽ അതിനെ വളർത്തി ഏത് ബാക്ടീരിയയാണ് അതിനേത് ആൻറ്റിബയോട്ടിക്കാണ് സൂട്ടബിൾ ആയിട്ടുള്ളതെന്നുള്ള അങ്ങനെ കൾച്ചർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ അതും മാറിയിട്ട് ഇതിനുള്ള ഈ ബാക്ടീരിയയുടെ ജീൻസ് അത് നോക്കിയിട്ട് ആ ജീനിൽ വർക്ക് ചെയ്യുന്ന ഏത് മരുന്നുണ്ടെന്നുള്ള കണ്ടുപിടിച്ച്, അപ്പോൾ സ്പെസിഫിക് ആ മരുന്ന് അതാകുമ്പോൾ ഉള്ളിൽ കഴിക്കേണ്ട ആ മരുന്നിൻ്റെ ഒരു ഓയിൻമെൻറ്റോ സ്പ്രേയോ ഉണ്ടാക്കി ഡയറക്റ്റായിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവും, വൂണ്ട് ഹീൽ ചെയ്യും. അപ്പോൾ അതിനുള്ള രക്തക്കുഴലിൻ്റെ കുഴപ്പമുണ്ടെങ്കിൽ അത് കൂടെ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പം വൂണ്ട് ഹീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള അപ്രോച്ചസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് വളരെ ഇപ്പോഴത്തെ ഈ ജനറേഷനിലുള്ളവർക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ്. പക്ഷേ ഓഫ് കോഴ്സ് ടെക്നോളജി ഈസ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ അത് കാരണം അതിൻ്റെ എക്സ്പെൻസ് റേറ്റും പ്രൊപ്പോർഷനായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതിനകത്ത് വരുന്നതാണ്. ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട്, പല ബോഡി ടൈപ്പ് ആൾക്കാരുണ്ട്. ഇന്ത്യക്കാരുടെ മെറ്റബോളിക് ഡിസോർഡർ നമ്മളിപ്പോൾ ഫോറിൻ കൺട്രീസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആ പാറ്റേണിൽ എത്ര വ്യത്യാസമുണ്ട്? പിന്നെ തിൻ ഫാറ്റ് ഇന്ത്യൻ ഫിനോടൈപ്പ് അത് എത്ര സീരിയസ് ആണ് സംഭവം? അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തുവാണ്. പലരും ഡിസ്കൗണ്ട് ചെയ്യുകയും പലരും അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുകയും ചെയ്യാത്ത ഒരു കാര്യമാണ്. ഏഷ്യൻ ജീൻസ് എന്ന് പറയുന്നത് ലീൻ ഡയബറ്റിക്സിനുള്ള, അതായത് തിന്നായിരുന്നാലും ഡയബറ്റീസ് വരാം എന്നുള്ള ഒരു സിറ്റുവേഷൻ, ഹൈലി ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ജനറ്റിക് ഘടനയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കൂടുതലായിട്ട് ഈ ജനറ്റിക് റിസ്ക് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് ഉള്ള ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കാതെ തന്നെ നമുക്ക് ഏത് സിറ്റുവേഷനിലും ഡയബറ്റീസ് വരാം. നേരെ മറിച്ചൊരു വൈറ്റ് വെസ്റ്റേൺ ഒരു കോക്കേഷ്യൻ മാൻ അല്ലെങ്കിൽ കോക്കേഷ്യൻ വുമൺ, അവർക്ക് ഉള്ള ഡയബറ്റീസ് റിസ്ക് താരതമ്യേന വളരെ കുറവാണ്. അവർക്ക് ഒന്നുകിൽ അമിത വണ്ണം കാരണം അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ വന്നാലേ അവർക്ക് ഡയബറ്റീസ് വരുള്ളൂ. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി അതിൻ്റെ സ്റ്റേജ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും നമുക്ക് ഡയറ്റൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസ്ക് പ്രൊപ്പോർഷണലി പല മടങ്ങ് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ നമ്മുടെ ഡയറ്റിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം, നമ്മുടെ എക്സസൈസസിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇപ്പം നമ്മുടെ പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വണ്ണം ഭയങ്കരമാണ്, എന്തുകൊണ്ടാണ് ഈ ഡോക്ടറിൻ്റെ വണ്ണം കൂടുതൽ ഇരിക്കുന്നത്. അപ്പോൾ അത് എനിക്കത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ ചെയ്യുമല്ലോ. അപ്പോൾ ആ ചോദ്യത്തിന് തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. അപ്പോൾ അത് നമുക്ക് പലർക്കും പല ജനറ്റിക് ഡിഫറൻസസ് ഉള്ളത് കാരണം ചിലരുടെ ജീൻസിലും ഇപ്പം ഞാൻ കഴിക്കുന്ന ആഹാരം കണ്ടിട്ട് നിങ്ങൾ പലരും അന്തപ്പെടും. ഞാൻ രാവിലെ 2 ഇഡ്ഡലി കഴിക്കും, അല്ലെങ്കിൽ 1 ദോശ കഴിക്കും. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് ഞാൻ 1 കപ്പ് ചോറ് അത്രേ കഴിക്കത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് രാവിലെ 1.5 മണിക്കൂർ നടക്കും, വൈകുന്നേരം 1.5 മണിക്കൂർ നടക്കും. എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 1962 ജനിച്ച ആളാണ്. അപ്പോൾ അന്ന് എൻ്റെ മദറിന് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അന്നൊരു യുനാനി വൈദ്യൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്താണ് പശുവിനും കാളയ്ക്കും കൊടുക്കുന്ന ഈ പരുത്തിക്കുരു, കടലപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടെ അരച്ചൊരു സ്മൂത്തി ആയിട്ട് രാവിലെ എന്നും അമ്മ കുടിക്കുമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് വളരെ എലിക്കുഞ്ഞുങ്ങൾ പോലെയുള്ള കുഞ്ഞുങ്ങളാണ് ജനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇച്ചിരി വണ്ണമുള്ള കുഞ്ഞുണ്ടാവണം. അപ്പോൾ വണ്ണം എന്ന് പറഞ്ഞാൽ ഹെൽത്തി എന്നുള്ളൊരു കോൺസെപ്റ്റ് അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് കുഞ്ഞ് കയറി വലുതായി, ഞാൻ വലുതായി. അപ്പോൾ അമ്മയ്ക്ക് പ്രസവിക്കാൻ പറ്റിയില്ല. അപ്പോൾ സിസേറിയൻ സെക്ഷനായിട്ടാണ് എന്നെ എടുത്തത്. എന്നെ എടുക്കുമ്പോഴത്തേക്ക് എനിക്കന്ന് 6.5 കിലോസ് ആയിരുന്നു എൻ്റെ വെയിറ്റ്. 6.5 കിലോസ്. എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ ഞൊറികളായിരുന്നു, ഈ ഫാറ്റ് കൂടിയിട്ട്. മിഷലിൻ ടയറിൻ്റെ മിഷലിൻ മാനെ പോലെയാണ് ഞാനിരുന്നത്. അപ്പോൾ അതുപോലെയായിരുന്നു ഞാനിരുന്നത്. എന്നിട്ട് അപ്പോൾ എൻ്റെ ദേഹത്തുള്ള ഫാറ്റ് സെൽസിൻ്റെ എണ്ണം വളരെ ക്രമാതീതമായി കൂടുതലാണ്. അങ്ങനെയാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ ആ സെല്ലുകൾ നശിക്കുന്നില്ല, അതങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ കൊച്ചിലെ ടെന്നീസ് കളിക്കുകയും ഷട്ടിൽ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ആക്ടിവിറ്റി ഉണ്ടായിരുന്നപ്പോഴത്തേക്കും എനിക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്ത് നിർത്തുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കണ്ണിലെ ഒരു കണ്ണിലെ കാഴ്ച പോയി. അപ്പോൾ ഇപ്പോൾ ഒരു കണ്ണിൻ്റെ കാഴ്ച കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതൊരു ഒരു ജനറ്റിക് അബ്നോർമാലിറ്റി കാരണം അതിലൊരു ബ്ലോക്ക് വന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നിന്നുപോയി. അപ്പോൾ ഈ ഇടത്തെ കണ്ണിൽ എനിക്ക് കാഴ്ചയില്ല, വലത്തെ കണ്ണിലേ ഉള്ളൂ. അപ്പോൾ അത് വന്നപ്പോൾ എനിക്ക് ഈ ടെന്നീസ് ബോൾ അടുത്ത് വന്നാലേ എനിക്ക് കാണാനൊക്കെ ഉള്ളൂ. അപ്പോൾ ദൂരെ നിന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണെന്ന് കാണാം. അതുകൊണ്ട് എനിക്ക് ടെന്നീസ് കളി നിർത്തേണ്ടി കേട്ടോ.
അത് കഴിഞ്ഞ് ഞാനിപ്പോൾ നടപ്പ് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിൽ ഇരിക്കുക, അപ്പുറത്തെ സൈഡിൽ നിന്ന് പേഷ്യൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഞാനിവിടെ ഇരിക്കുകയാണ്. എനിക്ക് എണീറ്റൊന്ന് ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് സമയം കിട്ടാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വളരെ സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ജോബിലോട്ട് വന്നപ്പോൾ എനിക്ക് ഒന്നിനും ഞാൻ ഈ പ്രാക്ടീസൊക്കെ നിർത്തിയിട്ട് ഞാനൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ജിമ്മിൽ പോയി ഒരു ട്രെയിനറെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ജീവിത രീതികളിലുള്ള വ്യത്യാസം, ഈ ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലം, അതൊക്കെ കൊണ്ടാണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ അത് പലർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. ഇപ്പം ഡോക്ടർ പറഞ്ഞില്ലേ, ജനിക്കുന്നതിന് മുന്നേ അമ്മ കഴിച്ച ഭക്ഷണത്തിന്റെ എഫക്റ്റ് ആണ് പിന്നീട് ഉണ്ടായതെന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഫീഡ് ചെയ്യുന്നത് വളരെ ഇതായിട്ട് ചെയ്യുന്നുണ്ട്, കുട്ടി വളരട്ടെ, സൈസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫിനോമിനാണിത്. അവർക്ക് വിശപ്പുള്ളപ്പോൾ മാത്രം അവർ ഭക്ഷണം കഴിക്കട്ടെ. ഇപ്പോൾ ഈ ഇൻസുലിൻ്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് റെഗുലറായിട്ട്. പിന്നെ ഈ ഡയബറ്റിക്സ് ആകുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് എത്ര അമ്മമാരാണെന്നറിയാം ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നൊരു കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഷുഗറിൻ്റെ അളവ് കൂടിയിട്ട്, അപ്പോൾ ഷുഗറിൻ്റെ അളവ് അമ്മയുടെ ദേഹത്തിൽ കൂടിക്കഴിഞ്ഞാൽ അത്രമാത്രം അമ്മയുടെ ഇൻസുലിൻ ഒരുപാടുണ്ടാവും. അമ്മയുടെ ഇൻസുലിൻ ഈ ഷുഗറാണ് പ്ലസൻ്റെ വഴി കുഞ്ഞിന് കിട്ടുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ടിഷ്യൂസൊക്കെ വളർന്നുകൊണ്ടിരിക്കും. ഇൻസുലിൻ ഒരു ഗ്രോത്ത് ഹോർമോണാണ്, അതാണ് ഗ്രോത്ത് ഹോർമോണായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് കുഞ്ഞ് വലുതായി പോകുമ്പോൾ നാച്ചുറൽ ഡെലിവറി സാധ്യമാവില്ല. അപ്പോൾ ഈ സെക്ഷൻ ചെയ്ത് അങ്ങ് കുഞ്ഞിനെ എടുക്കും. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അതിൻ്റെ ഫാറ്റ് സെൽസ് വളരെ ഹൈ ആണ്. അങ്ങനെയുള്ളവർക്കാണ് ഈ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടായിട്ട് വരുന്നത്. അതുകൊണ്ട് മെറ്റേണൽ ഹെൽത്തിന് വേണ്ടിയിട്ട് മെറ്റേണൽ ഡയറ്റ്സ് വളരെ കർശനമായിട്ട് റെഗുലേറ്റ് ചെയ്യണം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും കാർബോഹൈഡ്രേറ്റ് കുറച്ചും അങ്ങനെയുള്ള ഇതിലോട്ട് മാറണം. നമ്മളിപ്പോൾ മറ്റേ ഹെൽത്ത് പിരമിഡ് എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ കാലത്തെ ഹെൽത്ത് ന്യൂട്രീഷണൽ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലിരിക്കുന്നത് ഫാറ്റും ഇതുമൊക്കെയാണ്, പ്രോട്ടീനൊക്കെയാണ്. ഏറ്റവും താഴെ ഇരിക്കുന്ന ബ്രെഡും റൈസും ഇതുമായ സാധനങ്ങളായിരുന്നു. ഇപ്പോൾ അത് ഇൻവേർട്ടഡ് പിരമിഡായി. അപ്പോൾ അതിനർത്ഥം ഏറ്റവും ടോപ്പിലിരിക്കുന്നത് ഈ പ്രോട്ടീനും വെജിറ്റബിൾസും ഇതൊക്കെ. ഏറ്റവും ബ്രെഡ് ഏറ്റവും താഴെ വന്നു. അപ്പോൾ ഏറ്റവും കുറച്ച് ബ്രെഡും ഇതുമായ സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഒരു 2040 ആവുമ്പോൾ, ഇനി അങ്ങോട്ടൊരു 4-5 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും ഈ ഒരു ഡയബറ്റീസിൻ്റെ ഒരു രീതി റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ? ഡയബറ്റീസ് പൊതുവെ ടൈപ്പ് 1 ടൈപ്പ് 2 ഉണ്ടല്ലോ. അപ്പോൾ ടൈപ്പ് 1 കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ഇൻസുലിൻ്റെ ഇപ്പോൾ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് 2s ഉണ്ട്, പിന്നെ ടൈപ്പ് 1s ഉണ്ട്, പിന്നെ ലാഡ എന്നൊരു ഗ്രൂപ്പുണ്ട്, ലോങ് ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ് ഓഫ് ദി യങ് അഡൽട്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ മാതിരി ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് കുറച്ച് ലേറ്റായിട്ട് വരുന്നത്, യങ് പീപ്പിളിൽ വരുന്നത്. സാറിന് നമ്മൾ ഒരു 20 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് പെട്ടെന്ന് ഒരു ഇത് വന്നിട്ട് കണ്ണ് കാണാതാകുക, മൂത്രം ഒരുപാട് ധാരാളം പോവുക, ഡീഹൈഡ്രേറ്റഡ് ആകുക, കിഡ്നി ഡിസ്ഫങ്ഷൻ വരിക, പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ 500-600 ഒക്കെ ആയിട്ട് നിൽക്കും. എന്നിട്ട് അവർക്ക് സാധാരണ ടാബ്ലറ്റ്സ് ആയി, നമ്മൾ അഡൽട്ട് അല്ലേ എന്ന് വിചാരിച്ച് ടാബ്ലറ്റ്സ് കൊടുക്കും, ടാബ്ലറ്റ്സ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ വളരെ ലോ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണും. അപ്പോൾ അവർക്ക് ആൻറ്റിബോഡീസ് ഉണ്ടായി ഓട്ടോ ഇമ്മ്യൂൺ ഫിനോമിന വെച്ച് പാൻക്രിയാസ് കംപ്ലീറ്റ് വൈപ്ഡ് ഔട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ് ഓഫ് ദി അഡൽട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇൻസുലിനെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇൻസുലിൻ വരും. അപ്പോൾ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്, അതായത് ടൈപ്പ് 1 ഡയബറ്റീസിൽ നമ്മുടെ പാൻക്രിയാസ് വർക്ക് ചെയ്യാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഇൻസുലിൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇഞ്ചക്ഷനായിട്ടാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. പിന്നെ അത് ഇൻഹെയിൽഡ് ഇൻസുലിനായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഇൻഹെയിലർ മാരത്തെ ചെറിയ സിഗരറ്റിൻ്റെ സൈസിലുള്ള ഒരു ഇൻഹെയിലർ വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് പഫ് ചെയ്യുന്ന മാതിരി വലിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് ഓരോ വർഷത്തിന് മുമ്പേ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യേണ്ട ആ ഇൻസുലിൻ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഇൻസുലിൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈയിടയ്ക്ക് ഞാനൊരു പേഷ്യനെ കണ്ടു, ഒരു 5 വയസ്സായ ഒരു കുഞ്ഞ്. അതിന് അച്ഛനും അമ്മയും പറയുമായിരുന്നു അതിന് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ അത് കാരണം ആ കുഞ്ഞ് ഉറങ്ങുമ്പോഴാണ് അതൊരു ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷുഗർസൊക്കെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കൺട്രോളായിട്ട് നിന്നിട്ട്, അപ്പോൾ അതവർ അങ്ങനെ ആ രീതി വെച്ചിട്ട്, അപ്പോൾ കുഞ്ഞിന് പേടിയാണ് ഉറങ്ങാൻ തന്നെ, ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ കുത്ത് കിട്ടുമല്ലോ എന്നുള്ള പേടിച്ച്. അപ്പോൾ ഇപ്പോഴത്തെ ഇൻസുലിൻ നീഡിൽസൊക്കെ വളരെ തിന്നാണ്, വേദന പോലും എടുക്കത്തില്ല. പക്ഷെ എന്നാലും ഒരു നീഡിലാണല്ലോ എന്നൊരു തോന്നൽ കാരണം പലർക്കും നീഡിൽ ഫോബിയ വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ ഇൻഹെയിൽഡ് ഇൻസുലിൻ കൊടുക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ലങ്സ് വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ ലങ്സിനകത്ത് നമ്മൾ ലങ്ങിൻ്റെ ടെസ്റ്റ് നമ്മൾ വർഷത്തിലൊരിക്കയോ 6 മാസത്തിലൊരിക്കയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ലങ്സിനകത്ത് ഈ മെംബ്രെയിൻ ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടറാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് കാരണം ലങ്സിനകത്ത് ഗ്രോത്ത്സ് വരുന്നുണ്ടോ,
ലങ്സിനകത്തുള്ള മെംബ്രെയിൻ കട്ടി കൂടുന്നുണ്ടോ, ഇതൊക്കെ നോക്കാനായിട്ടുള്ള പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒരു ഡെവലപ്മെൻറ്റ്. പിന്നെ ഈ ഐലറ്റ് സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഈ പാൻക്രിയാസിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് മാത്രം ഈ ഡോണർ പാൻക്രിയാസിൽ നിന്ന് എടുത്തിട്ട്, ഇപ്പോൾ ഒരാൾ മരിച്ചുപോയാളുടെ പാൻക്രിയാസ് ഡൊണേറ്റ് ചെയ്തു, കെഡാവർ പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയിൽ നിന്ന് എടുക്കുന്ന പാൻക്രിയാസ്. അപ്പോൾ അതിൻ്റെ ആ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സെല്ലുകൾ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ആ സെല്ലുകളെ നമ്മൾ തിരിച്ച് ഇഞ്ചെക്ട് ചെയ്യും. അത് നേരത്തെ ലിവറിനകത്തോടെ ഒരു കാത്തറ്റർ ഇട്ടിട്ട് ലിവറിനകത്ത് ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ലിവറിനകത്ത് കുറച്ച് സെല്ലുകൾ പോയി ചെന്ന് പറ്റി പിടിച്ചിട്ട് അവിടെ അതൊരു ആർട്ടിഫിഷ്യൽ ഒരു പാൻക്രിയാസ് ആയിട്ട് വളരും. പക്ഷെ അത് വേറൊരാളുടെ സെല്ലുകളായത് കാരണം, ഒരു ഡെഡ് ബോഡി എടുത്ത സെല്ലുകളായത് കാരണം ആ സെല്ലിൻ്റെ ബോഡിക്ക് അത് ഫോറിൻ ആണെന്ന് കണ്ട് അതിനെ ഉടനെ നശിപ്പിച്ച് കളയും. അപ്പോൾ അങ്ങനെയാണ് ആ ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി അതിനെ നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ആൻറ്റി ഇമ്മ്യൂണിറ്റി ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ചെറുത്ത് ഒരു ലോ കീയിൽ വെച്ചിട്ട് അപ്പോൾ ഇത് സർവൈവ് ചെയ്യാനായിട്ട്, അപ്പം നമ്മുടെ ബോഡിക്കകത്ത് തന്നെ വേറൊരു ഫോറിൻ ടിഷ്യൂ വളരാനായിട്ട് നമ്മൾ ഉത്തേജിപ്പിക്കുകയാണ്. എന്തിന്? ഈ അസുഖം വരാതിരിക്കാൻ, ഈ അസുഖത്തിനെ ചെറുക്കാനായിട്ട്. അപ്പോൾ ആ ഇൻസുലിൻ പ്രൊഡക്ഷൻ വരുമ്പോൾ നമുക്ക് ഇൻസുലിൻ്റെ ആവശ്യമില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കര ലോ ആയിരിക്കും, വളരെ കുറവായിരിക്കും. ഇപ്പൊ പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ അല്ല, അത് ആ സമയത്തൊന്നല്ല, ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നിടത്തോളം കാലം. അപ്പോൾ നമുക്ക് ഏത് അസുഖം എളുപ്പം വരാം. അങ്ങനെയുള്ളവരുടെ നമ്മൾ മാസ്ക് വെച്ചുകൊണ്ട് നടക്കാൻ പറയും. നമ്മൾ ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ രോഗികൾ ഒരുപാടുള്ള സ്ഥലങ്ങളിലോട്ട് പോകരുതെന്ന് പറയും. ഓവർ ക്രൗഡിങ് അവോയ്ഡ് ചെയ്യാൻ പറയും. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതെ. ഇപ്പോൾ ഇത് ട്രേഡിങ് വൺ പ്രോബ്ലം ഫോർ അനദർ എന്ന് പറയും. ഒരു പ്രോബ്ലത്തിനെ ചെറുക്കാനായിട്ട് വേറൊരു പ്രോബ്ലം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ളവർക്ക് കഴിയുന്ന ഒരു 10 വർഷം 20 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്, മിക്കവാറും ക്യാൻസർ. അപ്പോൾ അത് ക്യാൻസറിനെ ചെറുക്കുന്നത് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ ഇമ്മ്യൂൺ സെൽസിനെ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ദീർഘകാലം സപ്രസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ദേഹത്ത് ഇതിൻ്റെ ക്യാൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന പോലീസ്മെൻ സെൽസ് എന്ന് പറയും, നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറയും. അപ്പോൾ അത് കില്ലർ സെൽസാണ്. അത് ഈ ക്യാൻസറുമായിട്ട് നമ്മുടെ ബോഡിയുടെ സിഗ്നൽസിനെ അനുസരിക്കാത്ത സെല്ലുള്ളപ്പോൾ അതിനെ പോയി നശിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള സെല്ലുകളെ വരെ ഇത് തളർത്തും ഈ മരുന്ന്. അപ്പോൾ തളർത്തി വെച്ച് കഴിഞ്ഞാൽ ഈ നാച്ചുറൽ കില്ലറാണ് ഇത് പോയി ചെന്ന് ഈ ഫോറിൻ സെൽസിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്തത്. അതുകൊണ്ട് മനഃപൂർവ്വം നമ്മൾ ആ സെല്ലിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാച്ചുറൽ പോലീസിങ് മെക്കാനിസം എല്ലാം പോകും. അപ്പോൾ ക്യാൻസർ വരാനുള്ളൊരു ടെൻഡൻസി കാണും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ട് അതിനെ ചെറുക്കാൻ എന്താ വഴി? ഇപ്പോൾ ക്രിസ്പർ ടെക്നോളജി എന്നൊരു ജീൻ ഇറങ്ങിയിട്ടുണ്ട്, ക്രിസ്പർ CRISPR. അപ്പോൾ ക്രിസ്പർ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ജീനിനെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സെല്ലുകളിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന, അതായത് ഈ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു ഉണ്ടാക്കുന്ന സെല്ലുകൾ HLA എന്ന് പറയും, ആ ഗ്രൂപ്പ് ഓഫ് ജീൻസ്. ആ ജീൻസിനെ നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ട്രിം ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലുകൾ പിന്നെ ശരീരത്തിന് ഹാംഫുൾ അല്ല. ഈ സെല്ലുകൾ വേറൊരാളുടെ ശരീരത്തിൽ നിന്ന് വന്നതാണെന്നുള്ളത് നമ്മുടെ ശരീരത്തിന് അറിയാൻ നോക്കില്ല. അപ്പോൾ അതവിടെ വളർന്നോളും. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ അത് വെച്ച് ജനറ്റിക് എഞ്ചിനീയറിങ് ചെയ്ത് ഈ സെല്ലുകളുടെ ഘടന മാറ്റിയ സെല്ലുകൾ അതിനെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഒരു 5 വർഷം വരെ ഒരു പ്രശ്നമില്ലാതെ വേറെ ആർട്ടിഫിഷ്യൽ മരുന്നുകളൊന്നും കഴിക്കാതെ അത് വളർന്നോളും. പക്ഷെ 5 കൊല്ലം കഴിഞ്ഞ് അത് തന്നെ നശിക്കും. അതിനുള്ള കാരണം എന്താണെന്നുള്ള ഇപ്പോഴും ആർക്കും അറിയില്ല. അപ്പോൾ അത് ബോഡിയുടെ നാച്ചുറൽ ഏജിങ് ചേഞ്ചസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഇത് ഒരു ഇഞ്ചെക്റ്റബിൾ ഫോമിൽ, നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡിൽ വരുന്ന അതിൻ്റെ ചിപ്പില്ലേ, ആ ചിപ്പിൻ്റെ സൈസിലുള്ള ഒരു ചെറിയ കാർഡായിട്ട് ഒരു ഷീറ്റ് ഫോമിൽ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതിനൊരു നീഡിലിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് അത് വയറിൻ്റെ അടിയിലോ അല്ലെങ്കിൽ കയ്യിലോ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമ്മളത് നിക്ഷേപിക്കും. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് അതൊരു പാൻക്രിയാസിൻ്റെ ഫംഗ്ഷൻ ചെയ്തോളും. പിന്നെ ഇൻസുലിനെ എടുക്കേണ്ട ഒന്നും വേണം. നമ്മൾ നാച്ചുറൽ ഒരാൾ ഈ കഴിയുന്ന പോലെ കഴിയാം. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് മാർക്കറ്റിൽ ഇപ്പോൾ phase 3 phase 4 സ്റ്റഡീസിലോ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് റിലീസായി കഴിഞ്ഞാൽ മിക്കവാറും 2030 ഒക്കെ ഇറങ്ങുമെന്ന് പറയുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രമാറ്റിക് വ്യത്യാസമായിരിക്കും ഈ type 1 ഡയബറ്റിക്സ്. ഈ പറഞ്ഞ ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ആ കുഞ്ഞിനൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 5 വർഷത്തിലൊരിക്കൽ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി. എന്തൊരു ലൈഫ് ചേഞ്ച് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ്. ഇതിന് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അപ്പോൾ ഇത് ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേഷ്യൻസ് എനിക്കുണ്ട്. എപ്പോഴും ഇത് ഇറങ്ങിയാൽ ഞങ്ങളുടെ അടുത്ത് പറയണ ഡോക്ടറെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതേസമയം ഇത് വരാൻ പാടില്ല, ഇത് നമ്മുടെ ശരീരഘടനയെ കംപ്ലീറ്റ് മാറ്റിമറിക്കലാണ് എന്ന് പറഞ്ഞിട്ട് ഈ ജനറ്റിക് റിസർച്ചിനെതിരായിട്ടുള്ള ഗ്രൂപ്പുണ്ട്, ഒരു ലോബിയുണ്ട്. അവർ മറ്റേ ഇൻസുലിൻ വിൽക്കുന്ന ആൾക്കാരായിരിക്കും. അതെ അങ്ങനെയുള്ളവർ ഉണ്ട്. അത് മിക്കവാറും ഈ എന്താ പറയുക, ഈ
പല സംഘടനകളുണ്ട്. ചിലർക്ക് അത് താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ആ ഗ്രൂപ്പുകളൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ തന്നെ അതിന് ഒരുപാട് ഒബ്ജക്ഷനൊക്കെ വന്ന സമയത്ത് തായ്ലൻഡിലും വിയറ്റ്നാമിലും ചൈനയിലൊക്കെ പോയി അവിടെ അവർക്കുണ്ട് ഈ റിസർച്ച്. അവിടെ പോയി ഇത് ഇഞ്ചക്ഷൻ സ്വീകരിച്ച ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷേ അതിനൊക്കെ ഈ ക്രിസ്പർ ടെക്നോളജി യൂസ് ചെയ്തുള്ള സ്റ്റഡീസ് ആയിരുന്നില്ല. അതിന് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്നൊരു GVD എന്നൊരു അസുഖം വരും. അത് വന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ ഒരുപാട് അവയവങ്ങളെ ബാധിച്ച് രോഗി പെട്ടെന്ന് മരിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുന്നുള്ള കാരണമാണ് ഈ പലരും ഈ ഇമ്മ്യൂണോ സപ്രസീവ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആ റിയാക്ഷൻ വരാതിരിക്കാൻ നോക്കുന്നത്. പക്ഷേ ഇമ്മ്യൂണോ സപ്രസീവ് ട്രീറ്റ്മെൻറ്റിന് ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉള്ളത് കാരണം ഇപ്പോൾ ഈ ക്രിസ്പർ ടെക്നോളജി ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ഉത്തരവാകും. ഓക്കെ. ടൈപ്പ് 2ൻ്റെ റിസർച്ച് ഈ പറഞ്ഞ മാതിരി ഈ GLP-1 GIP എന്നുള്ള ഡബിൾ മോളിക്യൂൾ, ട്രിപ്പിൾ മോളിക്യൂൾ തെറപ്പി, അങ്ങനെയുള്ള ഒരുപാട് പുതിയ തെറപ്പീസ് ഇറങ്ങി. റിട്ടാട്രിട്രൈഡ് എന്ന് പറഞ്ഞ ഒസംപിക്, മറ്റേ മോൺജാറോ, സെബ്ബൗണ്ട്, അങ്ങനെയുള്ള പേരുകളിലൊക്കെ ഇറങ്ങിയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് റിട്ടാട്രിട്രൈഡ് എന്ന് പറഞ്ഞ വേറൊരു പുതിയൊരു മരുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് ട്രിപ്പിൾ മോളിക്യൂൾ, 3 മോളിക്യൂളുണ്ട്. GLP-1 GLP-2 ആൻഡ് GIP. ഈ 3 മോളിക്യൂളിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ. അത് വൺസ് എ മന്ത് ഒക്കെ എടുക്കാവുന്ന ലെവൽസിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാതിരി ഇറങ്ങി കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് വരും, പിന്നെ ഡയബറ്റിക് കൺട്രോൾ വരും, പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരുപാട് പാൻക്രിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന എഫക്റ്റ് ഉണ്ട്, ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കാരണം അവർ കാർഡിയാക് വൈസും കിഡ്നി വൈസ് ബാക്കിയുള്ള ജനറലൈസ് ബോഡി സ്ട്രക്ചർ വൈസ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അത് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു മെഡിസിൻ അപ്രോച്ചാണ്. അപ്പോൾ ഭാവിയിൽ ഇതുമാതിരിയുള്ള മരുന്നുകൾ മാത്രമായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ പഴയ മെറ്റ്ഫോമിന്മാരുള്ള ആ സ്റ്റേജൊക്കെ പോയി. ഈ പാൻക്രിയാസിനെ ഒരുപാട് പിഴിഞ്ഞെടുക്കുന്ന മരുന്നുകൾ, അതുമാതിരി സൾഫോണിലൂറിയ അതുമാതിരത്തെ മരുന്നൊക്കെ ഒബ്സൊലീറ്റ് ആവും. ഇപ്പൊ എല്ലാവർക്കും ഇൻസുലിൻ ആണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലേ? അപ്പം ഇത് പലരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവസാനത്തെ കൈയാണ്. ഇൻസുലിൻ എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലം അല്ലെങ്കിൽ എൻ്റെ ജീവിതം തീർന്നു എന്നുള്ള രീതിയിലൊക്കെ പലരും. അപ്പം ഇൻസുലിൻ ഒരു ലൈഫ് സേവർ ആണോ അതോ ഇനി എന്തെങ്കിലും? തീർച്ചയായിട്ടും ഇത് എൻ്റെ അടുത്ത് നമ്മുടെ ആദ്യത്തെ വോളിയം പോയതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഈ ഇൻസുലിനെ ഒരുപാട് നെഗറ്റീവ് രീതിയിൽ കാണുന്നു. അപ്പോൾ ഇൻസുലിൻ ഒരുപാട് പേർക്ക് ലൈഫ് സേവിങ് ആയിട്ടുള്ള മെഡിസിനാണ്. അത് ഇൻസുലിൻ അത്ര മോശമുള്ള മെഡിസിനൊന്നും അല്ല. ഞാൻ ആ രീതിയിൽ അല്ല സംസാരിച്ചത്. ഞാൻ പറഞ്ഞ അമിതമായിട്ടുള്ള ഇൻസുലിൻ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് അമിതമായിട്ടുള്ള ഇൻസുലിൻ? ഒരു 75 കിലോ ഭാരമുള്ള ഒരാൾക്ക് ഒരു ദിവസം അയാളുടെ പാൻക്രിയാസിൽ വരേണ്ട ഇൻസുലിൻ 40 യൂണിറ്റാണ്. ഈ 40 യൂണിറ്റിന് മുകളിൽ എടുക്കുന്നവർക്കാണ് ഈ എക്സ്ട്രാ ആവശ്യമില്ലാത്ത സൈഡ് എഫക്ട്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അതുവരെയുള്ള ഇപ്പോൾ ഒരാളുടെ പാൻക്രിയാസിന് ഇൻസുലിനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് 40 യൂണിറ്റ് ഒരു ദിവസം ആവശ്യമാണ്. അത് ബോഡിലി ഫങ്ഷൻസിന് വളരെ അത്യാവശ്യമാണ്, ലൈഫ് സേവിങ് ആയിട്ടുള്ള മെഡിസിനാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അത്രയും ഇൻസുലിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ നോർമൽ സന്തുലിതാവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ അത് തെറ്റിദ്ധാരണ കൊണ്ടാണ് ആളുകൾക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി പലർക്കും പല മിഥ്യാധാരണകളാണ് ഇതിനെക്കുറിച്ചുള്ളത്. ഇൻസുലിൻ വളരെ ആവശ്യമുള്ളൊരു ഹോർമോണാണ്. ഇൻസുലിൻ ഈ പറഞ്ഞ മാതിരി ഒരു സാധാരണ ഒരാളുടെ പാൻക്രിയാസ് നോർമലായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും യൂണിറ്റ് ഇൻസുലിൻ മതി. പക്ഷേ അമിതമായിട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ, അതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ എടുക്കുന്നത്. ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദേഹത്ത് ഇൻസുലിൻ വരാൻ പാടില്ല. ഇൻസുലിൻ ഒരു അമിതമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഷുഗർ താഴെ പോകും. അപ്പോൾ ഷുഗർ ലോ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് വളരെ അതിതീക്ഷ്ണമായ സൈഡ് എഫക്ട്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഉണ്ടാകാൻ ഒരിക്കലും പ്രകൃതി അതിന് വേണ്ടി നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം ഫാസ്റ്റിംഗ് സമയത്ത് ഇൻസുലിൻ വളരെ കുറഞ്ഞിരിക്കും. ഭക്ഷണത്തിന് ശേഷം ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ ഇൻസുലിൻ വളരെ കൂടും, ഷുഗർ ക്രമാതീതമായി കൂടാതിരിക്കാൻ. എന്നിട്ട് അത് അതിൻ്റേതായ ചാനൽ ചെയ്ത് വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എനർജി ആകാൻ വേണ്ടി അത് അയക്കും. അത് ബോഡിയുടെ ഒരു നോർമൽ അവസ്ഥയാണ്. അപ്പോൾ ഈ ഇൻസുലിൻ്റെ പ്രവർത്തനം ഈ പലരും ഈ ലാസ്റ്റ് സ്റ്റേജ് ആണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പലരും ഈ ഗുളികകളും മരുന്നുകളും വെച്ച് ഈ പാൻക്രിയാസിനെ പിഴിഞ്ഞ് എക്സ്ട്രാ ഇൻസുലിൻ ഉണ്ടാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വർഷങ്ങളോളം പോകും. അപ്പോൾ ഈ വർഷങ്ങളോളം പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഓരോ ഓർഗൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ കിഡ്നിക്ക് ഒരു ലൈഫുണ്ട്, പാൻക്രിയാസിന് ലൈഫുണ്ട്, ലിവറിന്, ഹാർട്ടിന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻ ക്രമീകരിക്കാത്തത് മൂലം ആ ഓർഗൻസൊക്കെ നശിക്കാൻ തുടങ്ങും.
അപ്പോൾ അതുവരെ നമ്മൾ ഈ ടാബ്ലറ്റ്സ് കഴിച്ച് അവസാനം ഈ പാൻക്രിയാസ് നശിച്ച് അതിൽ നിന്ന് ഇൻസുലിനെ ഉണ്ടാകാതെ ഷുഗർ എപ്പോഴും 500-600 രീതിയിലൊക്കെ കിട്ടുമ്പോൾ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേഹം ഡീഹൈഡ്രേറ്റഡായി ഈ ഓർഗൻസൊക്കെ നശിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഇൻസുലിനെ പറ്റി ആലോചിക്കുന്നത്. ആ സമയത്ത് കതിരി കൊണ്ട് വളം വെച്ച എഫക്റ്റാണ്. അപ്പോൾ ആ സമയത്ത് ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ശരീരം അങ്ങ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കൊല്ലോ 2 കൊല്ലോ അങ്ങ് മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് ആളുകളുടെ മനസ്സിൽ കിടക്കും, ഇൻസുലിൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനുള്ളിൽ പുള്ളി മരിച്ചു. അപ്പോൾ ഇത് അവസാന സ്റ്റേജാണ്, മറിച്ചാണ്. ഇത് ഇൻസുലിൻ എടുക്കാനുള്ള ഡിലേ കൊണ്ടുവരുന്നതാണ്. ഇൻസുലിൻ നേരത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇപ്പോൾ 90 വയസ്സോ 100 വയസ്സ് വരെ ആയുസ്സുണ്ടെങ്കിൽ അത്രയും വയസ്സ് വരെ ഒരു പ്രശ്നവും കൂടാതെ ജീവിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ എംഫസിസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ എത്രയും നേരത്തെ എടുക്കുക, ഇൻസുലിൻ വെച്ച് താമസിപ്പിക്കരുത്. ഇപ്പോൾ നമ്മുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 8%, HbA1c 8-ന് മുകളിലായി കഴിഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസിന് കാര്യമായ ക്ഷീണം ഉണ്ട്. നമ്മുടെ പാൻക്രിയാസിന് ഇൻസുലിൻ കാര്യമായിട്ട് വരുന്നില്ല എന്നുള്ള ലക്ഷണമാണ്. അപ്പോൾ 8% കൂടുതൽ A1c ഉള്ളവർക്ക് ഞാനൊരു 1-2 മാസം ഇൻസുലിൻ എടുക്കാൻ പറയും. ഇൻസുലിൻ എടുത്തിട്ട് അത് കൺട്രോൾ ആയതിന് ശേഷം 7-ന് താഴെ പോയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഈ പറഞ്ഞ മാതിരി GLP-1 GIP-1 ഉള്ള ഹോർമോൺസ് ഉണ്ടെങ്കിൽ, ഈ ഒസംപിക്ക് അല്ലെങ്കിൽ മോൺജാറോ മാരത്തെ മരുന്നുകളുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ പിന്നെ ബാക്കിയുള്ള കാലം ഇത് പ്രൊലോങ് ചെയ്ത് പോവാം. പാൻക്രിയാസിന് ക്ഷീണം മാറ്റുകയും ചെയ്യാം. ഈ ഗുളികൾ കഴിച്ചുകൊണ്ടിരുന്നാൽ പാൻക്രിയാസിന് നമ്മൾ പിഴിഞ്ഞുകൊണ്ടിരുന്നാൽ അതിൽ നിന്ന് ഇൻസുലിൻ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും, ഷുഗർ നോർമലായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ വിചാരം എല്ലാം നോർമലാകുന്നു, ഷുഗർ നോർമലാകുന്നു, അപ്പോൾ ഒരു ഇൻസുലിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ ഇത് ആ അവയവത്തിനെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവയവം വീക്കായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൽ നിന്നുള്ള സിഗ്നൽ ബോഡിക്ക് പോകുന്നത് ഈ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവയവങ്ങൾക്ക് 100 വയസ്സ് ആയുസുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിതിനെ പിഴിഞ്ഞുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ വയസ്സ് ഇപ്പോഴത്തെ നമ്മുടെ പ്രായം 50 ആണെങ്കിൽ അത് 60 ആവും, 70 ആവും, 80 ആവും, 90, 100 ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഇൻസുലിൻ അങ്ങ് നിൽക്കും. അപ്പോൾ ആളുടെ പ്രായം എപ്പോഴും 50 വയസ്സൊക്കെ ആയി കാണുള്ളൂ. പക്ഷേ ഈ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞ് വന്നുകൊണ്ട് ഈ മരുന്നുകൾ വർക്ക് ചെയ്യാതായി കഴിഞ്ഞാൽ അത്രയും കണ്ട് പ്രായം കൂടിയതായിട്ട് ശരീരം അങ്ങ് കണക്കാക്കും. അപ്പോൾ ഹാർട്ട്, മസിൽ, ബ്രെയിന് ഇതെല്ലാം കൂടെ പ്രായം കൂടിയിട്ട് ഒരു 90 വയസ്സായ ഒരാളുടെ ശരീരം പോലെ ആവും. അതാണ് നമ്മൾ ഈ ചുള്ളിക്കമ്പ് പോലെ മസിലൊക്കെ വീക്കായി എണീറ്റ് നടക്കാൻ വയ്യ, ഞരമ്പ് വർക്ക് ചെയ്യുന്നില്ല, ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല, ലിവർ വർക്ക് ചെയ്യുന്നില്ല, കിഡ്നി വർക്ക് ചെയ്യാതാവും, ചിലർക്ക് കിഡ്നി ഷട്ട് ഡൗൺ വരും, കിഡ്നി ഫെയിലിയർ ആവും, ഡയാലിസിസിന് പോവും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നേരത്തെ കണ്ട് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനുള്ള കോംപ്ലിക്കേഷൻ ഒന്നും വരേണ്ട ആവശ്യമില്ല. ഇതിപ്പോ എങ്ങനെയാ മനസ്സിലാക്കുക? ഇപ്പൊ ടാബ്ലറ്റ് എടുക്കേണ്ടതാണ്, ഇപ്പൊ ടാബ്ലറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ ടാബ്ലറ്റ് ഉണ്ട്, ഇൻസുലിൻ ഉണ്ട്. അപ്പൊ ഈ 2 ഓപ്ഷനിൽ നമുക്കിപ്പം ടാബ്ലറ്റ് എടുക്കേണ്ട ഒരു കണ്ടീഷൻ എന്താണ്, ഇൻസുലിൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, ഈ ഒരു 2 കണ്ടീഷൻ എങ്ങനെ മനസ്സിലാക്കും? ഇത് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത് ആദ്യത്തെ ഫസ്റ്റ് 6 months മാത്രമേ ഈ ടാബ്ലറ്റ്സ് കർശനമായിട്ട് ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് അപ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഇത് കൺട്രോൾ ആകുന്നുണ്ടോ. മിക്കവാറും എല്ലാവരുടെയും ഡയബറ്റീസ് റിവേഴ്സ് ആവും, കൺട്രോൾഡ് ആവും ഈ ടാബ്ലറ്റ്സ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിന് ഡോസുകൾ കൂട്ടിയും കുറച്ചും കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൺട്രോൾഡ് ആവും. പക്ഷേ അത് എങ്ങനെയൊക്കെ ബാക്കിയുള്ള അവയവങ്ങളെ ബാധിക്കുന്നു. അതുകൊണ്ട് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം, യൂറിൻ മൈക്രോ ആൽബുമിൻ എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ വഴി പ്രോട്ടീൻ പുറത്ത് പോകുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു റഫ് ഗൈഡ് എന്ന് പറയുന്നത് മൂത്രം പാസ് ചെയ്യുമ്പോൾ ഒരുപാട് പത വരുന്നുണ്ടോ എന്ന് നോക്കും. പത ഫോമിങ് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം മസിൽ പോകുന്നു എന്നർത്ഥം. നമ്മൾ ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ട എടുത്ത് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ പാത്രം കഴുകി വെക്കാനായിട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോഴേ പത വരുന്ന കണ്ടിട്ടില്ലേ, പ്രോട്ടീൻ ഉള്ളതാണ്. അപ്പോൾ അതേ സെയിം എഫക്റ്റ് നമുക്ക് യൂറിനിലും ടോയ്ലറ്റ് ബോളിൽ കാണാൻ പറ്റും. അതുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, അപ്പോൾ പ്രോട്ടീൻ പോകുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അത് മെഷർ ചെയ്ത് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അപ്പോൾ കിഡ്നിയെ ബാധിക്കാൻ തുടങ്ങി എന്നർത്ഥം. അപ്പോൾ അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് പ്രഷർ കൂടുന്നുണ്ടാവും, രണ്ടാമത് ഈ ഷുഗർ കൂടുന്നുണ്ടാവും. അപ്പോൾ ഷുഗർ കൺട്രോളാണെങ്കിലും ഇതുണ്ടെങ്കിൽ അതിനർത്ഥം ഈ പാൻക്രിയാസിൻ്റെ വീക്കർ ഫങ്ഷൻ കാരണം അത് കിഡ്നി എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നർത്ഥം. അപ്പോൾ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒഫൻഡിങ് ആയിട്ടുള്ള ഈ മരുന്നുകൾ, പാൻക്രിയാസിന് ക്ഷീണം ഉണ്ടാക്കുന്ന മരുന്നുകളൊക്കെ നിർത്തുക, ടാബ്ലറ്റ്സ്. പിന്നെ വർക്ക് ചെയ്യാത്ത മരുന്നുകൾ, ഈ മെറ്റ്ഫോമിൻ മുതലായ ഗുളികൾ, HbA1c ഒക്കെ 8ഉം 9ഉം ഒക്കെ ആയി നിൽക്കുന്ന ആളുകൾക്ക് വലിയ പ്രയോജനമില്ല. അതുകൊണ്ട് അതും ഒരു കിഡ്നിക്ക് ഒരു ആഡഡ് ലോഡാവും. കിഡ്നി വഴിയാണ് അതിൻ്റെ പ്രോഡക്ട്സ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കിഡ്നിക്ക് കൂടുതൽ ക്ഷതം സംഭവിക്കാതിരിക്കാൻ ഇതൊക്കെ നിർത്തണം.
അപ്പം ഓൾറെഡി നമ്മുടെ മെറ്റബോളിസം ഡാമേജ് ആയി കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും ഇൻസുലിൻ എടുക്കുമ്പോഴാണോ ആക്ച്വലി ഈ വണ്ണം വരുന്നത്, ഈ ഓവർ വെയിറ്റ് ആവുന്നത്? അതോ ഈ ഇൻസുലിൻ എടുക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ ഓവർ വെയിറ്റ് വരുന്നത്? എന്താണ് അതിൻ്റെ ഒരു ഈ എക്സ്പീരിയൻസ്? വണ്ണത്തിൻ്റെ കാരണം വരുന്നത് നമ്മുടെ ബോഡിയിൽ ഷുഗർ 180 മുകളിൽ പോയി കഴിഞ്ഞാൽ കിഡ്നി വഴി കുറേ ഷുഗർ അങ്ങ് പോകും. അപ്പോൾ കിഡ്നി വഴി ഷുഗർ പോകുമ്പോൾ ഷുഗറിൻ്റെ കൂടെ ഷുഗർ മാത്രമായിട്ട് തരിയായിട്ടല്ല പോകുന്നത്, ലിക്വിഡായിട്ട് അതിനൂടെ യൂറിൻ ഫോം ചെയ്ത് യൂറിനായിട്ട് പോകും. ഇത് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ബോഡിക്ക് ഈ ഷുഗർ കൂടി നിന്ന് കഴിഞ്ഞാൽ ബോഡിക്ക് എനർജി വേണമല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ടി ബോഡിക്ക് എനർജി എവിടെ നിന്ന് വരും? ഒന്നുകിൽ ഫാറ്റ് മെറ്റാബിളൈസ് ചെയ്യും, അല്ലെങ്കിൽ മസിലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ മസിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഈ യൂറിൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സർട്ടൺ എമൗണ്ട് ഓഫ് കാലറീസ് ഷുഗറായിട്ട് തന്നെ പുറത്തു പോകും. കഴിക്കുന്ന ഭക്ഷണം ദേഹത്ത് നിൽക്കുന്നില്ല, ദേഹത്ത് പിടിക്കാതെ അത് പോയിക്കൊണ്ടിരിക്കും. അതിലൂടെ ഈ ഫ്ലൂയിഡ്സ് പോവും, പിന്നെ മസിൽ ബ്രേക്ക് ഡൗൺ വഴി മസിലും പോവും. ഇതാണ് വെയിറ്റ് ലോസ് വരുന്നത് ഷുഗർ കൺട്രോൾ ആകാതെ നിൽക്കുമ്പോൾ. ആ ഷുഗർ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്താൽ കഴിക്കുന്ന ഭക്ഷണം ദേഹത്ത് നിൽക്കും, മസിൽ ബ്രേക്ക് ഡൗൺ വരത്തില്ല. അപ്പോൾ അത് വെയിറ്റ് ഗെയിൻ ആയിട്ട് വരും. അപ്പോൾ അത് ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാലും വരും, മറ്റേ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാലും വരും. അപ്പോൾ അത് ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ ബോഡി ബിൽഡിങ് കുറച്ച് കൂടുതൽ നടക്കും, അപ്പോൾ മസിൽ ഗെയിൻ ഉണ്ടാവും. അപ്പോൾ അതൊരു വെയിറ്റ് ഗെയിൻ്റെ റീസൺ ആവും. പിന്നെ ഭക്ഷണത്തിന് ശേഷം നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ഫാറ്റായി മാറുകയും ചെയ്യും. എന്നുവെച്ചാൽ ഈ പുറത്ത് പോകുന്ന ഷുഗർ അപ്പോൾ ഫാറ്റ് സെൽസിനകത്ത് കയറിയിട്ട് ഫാറ്റായി മാറും. അപ്പോൾ അതാണ് മെയിനായിട്ടും ഈ വയറ് വയ്ക്കാനും വണ്ണം വയ്ക്കാനുമുള്ള മെയിൻ കാരണം. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അത് ഇൻസുലിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ട് ഇൻസുലിൻ ഉപയോഗിച്ചാൽ അങ്ങനെ വരും. പക്ഷേ ഇൻസുലിൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ആണെങ്കിൽ അയാളുടെ ഷുഗർ കൺട്രോൾ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ HbA1c 9% അല്ലെങ്കിൽ 10% നിന്ന് 8% ആയെന്ന് വിചാരിച്ചോ, 2% കുറഞ്ഞു. അപ്പോഴും ഷുഗർ 170-180 നിൽക്കും. പക്ഷേ ഈ 2% കുറവ് വന്നു കഴിഞ്ഞാൽ ഓരോ ശതമാനം കുറവിനും ഏകദേശം 5 കിലോ ആണ് വെയിറ്റ് കൂടുന്നത്. ഓക്കെ. അപ്പോൾ 2% കുറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോ വെയിറ്റ് കൂടും. അത് ബോഡിയുടെ പ്രിൻസിപ്പിളാണ്. ഇതിൽ ഡോക്ടറിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഈ വെയിറ്റ് കൂടുന്ന പ്രക്രിയ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഭക്ഷണത്തിന് ശേഷം ഒരു 10 മിനിറ്റ് നടക്കാൻ പറയുന്നത്. അപ്പോൾ ഭക്ഷണത്തിന് ശേഷം നമ്മൾ ഈ എക്സ്ട്രാ ഷുഗർ ദേഹത്ത് നിൽക്കുന്നത് അത് ഇവിടെ വയറിൻ്റെ അവിടെ കെട്ടി നിന്ന് ഫാറ്റ് ആകാതെ, ലിവറിനകത്ത് ഫാറ്റ് ആകാതെ അത് മസിലിലോട്ട് പോയിട്ട് എനർജി ആവണം. അപ്പോൾ വെയിറ്റ് ഗെയിൻ വരില്ല, മസിൽ കൂടുതൽ സ്ട്രോങ് ആവും. അഥവാ വെയിറ്റ് ഗെയിൻ വന്നു മസിലാണ് ബിൽഡപ്പ് ചെയ്തെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത് എനർജി ആയിട്ട് മാറും, നമ്മുടെ ബോഡി മൊബിലിറ്റിക്ക് വളരെ യൂസ്ഫുൾ ആവും. പലർക്കും ഈ ഓർഗൻ ഡിസ്ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഒക്കെ തെറ്റും, വീഴാനുള്ള ടെൻഡൻസി ഒക്കെ വരും. അതൊക്കെ അവോയ്ഡ് ചെയ്യാം നമുക്ക് മസിൽ ബിൽഡപ്പ് ഉണ്ടെങ്കിൽ. പിന്നെ ബോൺസിൽ നിന്ന് കാൽസ്യം ഒരുപാട് പോകും മസിൽ ആക്ടിവിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനൊക്കെ ഈ മസ്കുലർ ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ബോൺസിനകത്തോട്ട് കാൽസ്യം കയറി ബോൺസ് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആവും. അപ്പോൾ അതൊക്കെ ഇതിനുള്ള ബെനിഫിറ്റാണ്. അപ്പോൾ അതൊരു കാര്യമായിട്ട് പറയും. സെക്കൻഡ് തിങ് ഈസ് ഈ ഭക്ഷണത്തിന് മുമ്പായിട്ട് ഈ ജെലാറ്റിൻ കഴിക്കാൻ പറയുന്നത്. അപ്പോൾ ജെലാറ്റിൻ ഒരു ബാരിയർ ആവും ഷുഗറിന്. അപ്പോൾ ഷുഗർ പെട്ടെന്ന് കൂടത്തില്ല. പിന്നെ അറ്റ് ദ സെയിം ടൈം അത് ഈ ബോൺ ബിൽഡപ്പിനും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതിനാണ് ഈ ജെലാറ്റിൻ കഴിക്കാൻ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അത് പറഞ്ഞിരുന്നു. ഇൻസുലിൻ ഡൈജഷനെ ബാധിക്കുന്ന കാര്യമാണോ? ഡൈജഷനെ ബാധിക്കും. വളരെ ഒരു വളഞ്ഞ വഴി കൂടെ ഡൈജഷനെ ബാധിക്കും. എന്ന് വെച്ചാൽ ഈ ഇൻസുലിൻ്റെ പ്രവർത്തനം കാരണം ഷുഗറൊക്കെ റെഗുലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ വിസറൽ നെർവ്സ്, ഗട്ടിനുള്ള നെർവ്സ് ഉണ്ട്, ആ നെർവ്സ് ബെറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യും. അപ്പോൾ പെരിസ്റ്റാൾട്ടിക് വേവ്സ് ഒക്കെ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഗ്യാസും പ്രൊഡക്ഷനും ഈ വലിയ പുളിച്ചത് കെട്ടൽ അതുമാതിരത്തെ കാര്യങ്ങളൊക്കെ കുറയും. ഈ അനാൽഗസ് അതൊക്കെ പുതിയൊരു ഇൻസുലിൻ്റെ പേരാണല്ലോ. അപ്പോൾ അത് ഈ പഴയ ഇൻസുലിൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം എന്താ വ്യത്യാസം? ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ഒരുപാട് ഇൻസുലിൻ മോണോമേഴ്സും പോളിമേഴ്സ് ആയിട്ട്. ഇൻസുലിൻ സാധാരണ ഒരു 6 സ്ട്രക്ചറുള്ള ഒരു ഇതായിട്ട്, അതായത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് കൂടിച്ചേർന്ന് ഒരു വലിയൊരു ലംപായിട്ടിരിക്കും. അപ്പോൾ അതൊരു ഡെപ്പോ പോലെ പ്രവർത്തിക്കും. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ അലിഞ്ഞ് ഓരോരോ സിംഗിൾ മോണോമെറിക് ഇൻസുലിൻ വന്നു കഴിഞ്ഞാൽ അതാണ് ഫിസിയോളജിക്കലി ആക്റ്റീവായിട്ടുള്ള ഇൻസുലിൻ. ഈ ഹെക്സമർ എന്നുള്ള ഇൻസുലിൻ അതാണ് ഈ പല pH-ലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോഡിയുടെ pH-ലോട്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കെട്ടുപിണഞ്ഞ ഒരു വലിയ മോളിക്യൂളായിട്ടിരിക്കും. വലിയ മോളിക്യൂളിന് ഷുഗർ കുറയ്ക്കുന്ന എഫക്റ്റ് ഇല്ല. പക്ഷെ അതിനെ കുറേശ്ശെ ഡൈജസ്റ്റ് ചെയ്ത് അവിടുന്ന് റിലീസ് ചെയ്യുന്നതനുസരിച്ച് അതുകൊണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റി കൂടും. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പുതിയ ഇൻസുലിൻസ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം അഡ്വാൻസ്ഡ് സ്റ്റേജിൽ കിഡ്നി ഡിസീസ് ഉള്ള ഒരാൾ ഈ ഏതൊക്കെ മെഡിക്കേഷൻസ് സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം? കിഡ്നി ഡിസീസ് ഉള്ള ആൾ ഡെഫിനറ്റ്ലി മെറ്റ്ഫോമിൻ അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് മെറ്റ്ഫോമിൻ ഒരു ടോക്സിനായിട്ട് മാറും. അത് കിഡ്നി വഴി എക്സ്ക്രീഷൻ ഉള്ളത് കാരണം കിഡ്നി ഫെയിലിയറോ അല്ലെങ്കിൽ ഏർലി അഡ്വാൻസ്ഡ് കിഡ്നി ഡിസീസ് ഡിസ്ഫങ്ഷൻ ഉള്ളവർ ഡെഫിനറ്റ്ലി അത് കഴിക്കാൻ പാടില്ല.
പിന്നെ വേറെ ഉള്ളത് നമ്മൾ സാധാരണക്ക് ഈ ഹൈപ്പർ ടെൻഷൻ ഉപയോഗിക്കുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ലൊസാർട്ടൻ, കോസാർട്ട് എന്നുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കിഡ്നിയുടെ ബ്ലഡ് ഫ്ലോയെ ബാധിക്കുന്ന, കിഡ്നിയുടെ വഴി മെറ്റാബിളൈസ് ചെയ്യുന്ന കുറേ മെഡിസിൻസാണ്. അത് കിഡ്നി ഡിസ്ഫങ്ഷൻ ഉള്ളവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം ക്രമാതീതമായിട്ട് കൂടും. പിന്നെ അവരുടെ കിഡ്നി ഡിസ്ഫങ്ഷൻ കുറച്ചുകൂടെ വേഴ്സ് ആവും. അപ്പോൾ ഒരു ബോർഡർ ലൈൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരെ പെട്ടെന്ന് കിഡ്നി ഫെയിലിയറിലേക്ക് തള്ളിവിടാനുള്ള കപ്പാസിറ്റി ഉള്ള മരുന്നുകളാണ്. അതൊക്കെ നമ്മളൊരു നെഫ്രോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് കഴിക്കണം. അത് എന്നാലും കഴിച്ചാൽ പ്രയോജനം കിട്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്നങ്ങ് നിർത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ കൂടെ ഒരു ഒപ്പീനിയൻ കിട്ടിയതിന് ശേഷം അത് അങ്ങനെയുള്ള മരുന്നുകൾ കഴിച്ചാൽ മതി. ഈ ഡയബറ്റിക് ആയിരിക്കുന്ന സമയത്ത് ഈ മെഡിസിൻസ് എടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ റെഗുലറായിട്ട് ചെക്കപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളത്. അപ്പോൾ പൊതുവേ എല്ലാവരും ചെയ്യുന്നത് ഈ ഷുഗർ ടെസ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതെ. ഇപ്പോൾ ഷുഗർ ടെസ്റ്റ് അല്ലാതെ ഇപ്പോൾ നമ്മളെ കണ്ണിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, റെറ്റിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ വിഷൻ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം പൊതുവേ ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ റെഗുലറായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ HbA1c നമ്മൾ ചെക്ക് ചെയ്യണം. ഡയബറ്റീസിൻ്റെ കൺട്രോൾ എത്രയുണ്ടെന്ന് അറിയാൻ. പിന്നെ റീനൽ ഫംഗ്ഷൻ, കിഡ്നി പാനൽ എന്നൊരു റീനൽ പാനൽ എന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ അകത്ത് കിഡ്നി ക്രിയാറ്റിനിൻ, BUN, സോഡിയം പൊട്ടാസ്യം, അതിൻ്റെ റേഷ്യോ വരും, കാൽസ്യം വരും. അപ്പോൾ അതെല്ലാം ആ കൂട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റും. ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നോർമലാണോ. പിന്നെ യൂറിൻ മൈക്രോ ആൽബുമിൻ, അത് ഈ പറഞ്ഞ മാതിരി പ്രോട്ടീൻ സ്പില്ലേജ് ഉണ്ടോ എന്ന് അറിയാൻ. അപ്പോൾ ഷുഗർ കൂടി നിൽക്കുകയോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുകയോ ചെയ്താൽ ഈ കിഡ്നിക്കകത്തുള്ള ഫിൽറ്ററുണ്ട്. ഈ ഫിൽറ്റർ എന്ന് പറയുന്നത് ചെറിയ ഫിംഗർ ലൈക്ക് പ്രോസസ്സ് ഉള്ള സെല്ലുകളാണ്. അതെല്ലാം കൂടി ഇങ്ങനെ പിണഞ്ഞിരിക്കും. അപ്പോൾ അത് കാരണമാണ് ആ ഫിൽറ്ററിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കാണില്ല. അപ്പോൾ അതുവഴിയുള്ള യൂറിൻ ഫിൽറ്റർ ചെയ്യുമ്പോഴത്തേക്കും സമയത്ത്, ബ്ലഡ് ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് ഈ ലീക്കേജ് ഒന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ യൂറിനിൽ പ്രോട്ടീൻ വളരെ കുറവായിരിക്കും. ഇത് ഷുഗർ കൂടി നിൽക്കുകയോ പ്രഷർ കൂടി നിൽക്കുകയോ ഇത് കുറേശ്ശെ തെന്നി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹോൾസ് വരും. ആ ഹോൾ വഴി അത് ലീക്ക് ചെയ്യുമ്പോഴാണ് പ്രോട്ടീൻ കാണുന്നത്. പ്രോട്ടീൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഇവിടുത്തെ ഫിൽറ്ററിനകത്ത് ഹോളുകൾ വന്നു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ദാറ്റ്സ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് സൈൻസ് ഓഫ് കിഡ്നി ഡാമേജ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നമ്മൾ ഒന്നിൽ പ്രഷർ കൺട്രോൾ ശരിയല്ല, ഷുഗർ കൺട്രോൾ ശരിയല്ല. ഇത് രണ്ടും നമ്മൾ നോക്കണം. ചിലർ ഷുഗർ നല്ല ടൈറ്റായിട്ട് HbA1c ഒക്കെ 6 താഴെയൊക്കെ നിൽക്കുന്നുണ്ടാവും. ഇത് പ്രശ്നമില്ലാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെയുള്ളവർക്ക് പ്രഷർ നോർമലായിരുന്നാൽ പോലും 120, 70, 120, 80 ആയിരുന്നാൽ പോലും നമ്മൾ ചെറിയ ഡോസ് കോസാർട്ടൻ എന്ന് പറഞ്ഞ മരുന്നുകൾ കൊടുത്തിട്ട് ഷുഗർ ആസ് ലോങ് ആസ് തീരെ ലോ ആയി പോകാതെ ചെറിയ ഡോസുകൾ കൊടുത്ത് ഇതിനെ ടൈറ്റാക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രോട്ടീൻ വന്നു കഴിഞ്ഞാൽ കിഡ്നിയുടെ മെംബ്രെയിനകത്ത് പ്രോട്ടീൻ വന്നു കഴിഞ്ഞാൽ അത് ഇൻഫ്ലമേഷന് കാരണമാകും. ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ കിഡ്നി ചുരുങ്ങും. കിഡ്നി ഷ്രിങ്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫിൽറ്റർ ചെയ്യാനുള്ള വോളിയം കുറഞ്ഞു. ഫിൽറ്റർ ചെയ്യാനുള്ള ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് വളരെ കെയർഫുള്ളായിട്ട്, ഇതെല്ലാം പ്രിവെൻറ്റബിൾ ആൻഡ് റിവേഴ്സിബിൾ ആണ് ആ സ്റ്റേജിലൊക്കെ. അപ്പോഴാണ് ഈ കിഡ്നി കംപ്ലീറ്റ്ലി ഡാമേജ് ആയി പോവുകയും പിന്നെ വേറെ മാറ്റി വെക്കേണ്ട അവസ്ഥ. അതെ, അത് വർഷങ്ങളെടുക്കും. പക്ഷേ വർഷങ്ങളെടുത്ത് ഈ ഒന്നും ചെയ്യാതിരുന്ന് ഇതിനെ ഇഗ്നോർ ചെയ്ത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാതിരുന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കാലക്രമേണ കിഡ്നി ചുരുങ്ങി അതിനകത്ത് മുഴുവൻ ഈ ഫിൽറ്ററിങ് ചെയ്യാനുള്ള ഏരിയാസ് ഉള്ള സെല്ലുകളൊക്കെ നശിച്ച് പിന്നെ ഫിൽറ്റർ ചെയ്യാൻ ബ്ലഡ് അതിൻ്റെ അകത്ത് കയറുന്ന ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യാനുള്ള മെക്കാനിസം ഇല്ല. അപ്പോൾ അതിൽ ടോക്സിൻസ് ബിൽഡപ്പ് ചെയ്യും. അപ്പോൾ അതിനാണ് യുറീമിയ എന്ന് പറയുന്നത്. അപ്പോൾ BUN, ക്രിയാറ്റിനൊക്കെ ഒരുപാട് കൂടിയിട്ട് ഈ ടോക്സിൻസ് അക്യുമുലേറ്റ് അങ്ങനെ അവർക്ക് നോർമലി അവരുടെ ബോഡിയിൽ സ്വെറ്റിനൊക്കെ ഒരു യൂറിൻ്റെ മണം വരും. പക്ഷേ ഇതിൻ്റെ യൂറിയൊക്കെ കിഡ്നി വഴി മൂത്രം വഴി പോകുന്ന സാധനം വേർപ്പ് വഴി പോകാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അത് ബ്രെയിനിനകത്ത് കയറിയിട്ട് അവർക്ക് ബ്രെയിൻ ഡിസ്ഫങ്ഷൻ വരും. അങ്ങനെയുള്ളവർക്ക് കോമ സ്റ്റേജിലോട്ട് പോവുക, അങ്ങനെയുള്ളത്. പിന്നെ ശരീരത്തിനകത്ത് ഈ യൂറിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ യൂറിൻ്റെ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ പുറന്തള്ളപ്പെടേണ്ട ടോക്സിൻസും അതിൻ്റെ ഫ്ലൂയിഡ്സും എല്ലാം കൂടെ അക്യുമുലേറ്റ് കയ്യിലും കാലിലും ഒക്കെ നീര് വരും. കണ്ണിന് ചുറ്റും നീര് വരും, മുഖത്തിന് നീര് വരും. പിന്നെ കിഡ്നി വഴി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ഒരു ഹോർമോണുണ്ട്, എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ കിഡ്നി ഫെയിലിയർ വരുമ്പോൾ എറിത്രോപോയിറ്റിൻ്റെ ലെവൽ വളരെയായിട്ട് കുറയും. എറിത്രോപോയിറ്റിൻ ഇല്ലെങ്കിൽ നമ്മുടെ ബോൺ മാരോ ഒന്നും ബ്ലഡ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം അനീമിയ വരും. അപ്പോൾ അണുക്കൾ കുറഞ്ഞ് വന്ന് അത് അനീമിയായിട്ട് മാറിയിട്ട് വിളർച്ച, അത് കാരണമുള്ള ക്ഷീണം, അത് കാരണമുള്ള ഹാർട്ടിൻ്റെ കണ്ടീഷൻസ്, ഇങ്ങനെയൊക്കെ വന്ന് അതൊരു വിഷ്യസ് സൈക്കിളാവും. ഇപ്പോൾ ചെതലരിക്കുന്ന മാതിരി ദേഹത്തു നിന്ന് എല്ലാ ടിഷ്യൂസിനും അത് ഇവഞ്ച്വലി ബാധിക്കും. ഈ കണ്ണിനെ ബാധിക്കുന്ന കാര്യം ഈ റെറ്റിനെ ബാധിക്കത്തില്ലേ? അതെ. അത് നമുക്ക് ഏത് സ്റ്റേജിൽ മനസ്സിലാക്കാൻ പറ്റും? അതായത് ഇപ്പോൾ ഏർലി സ്റ്റേജിൽ, വളരെ ഏർലി സ്റ്റേജിൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് കിഡ്നിക്കകത്തുള്ള ബ്ലഡ് വെസലിൻ്റെ കണക്കും ഫിൽറ്ററിൻ്റെ ഇതും കണ്ണിനകത്തുള്ള ബ്ലീഡിങ്ങിൻ്റെ ഇതുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്.
അത് ഒരുപാട് സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കണ്ണിനകത്ത് നമ്മൾ ഒരു ഓഫ്തൽമോളജിസ്റ്റിനെ കണ്ണ് ഡൈലേറ്റ് ചെയ്ത് കണ്ണിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിനകത്തുള്ള രക്തക്കൊഴലുകളിൽ കട്ടി കൂടുന്നതായിട്ടും അതിൻ്റെ അകത്ത് പ്രഷർ കൂടുന്ന അതിൻ്റെ അകത്ത് ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഉടനെ അവർ തന്നെ പറയും കിഡ്നി കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. കിഡ്നിക്കകത്ത് ഇതേ ഡാമേജ് വരും. അപ്പോൾ അത് കണ്ണിനകത്ത് വളരെ ഏർലി സ്റ്റേജിൽ നമുക്ക് ഡൈലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സയൻസ് എന്തൊക്കെയായിരിക്കും? ഏർലി സയൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എതിരെ വരുന്ന വണ്ടികളുടെ ലൈറ്റ്സിൻ്റെ വെളിച്ചം കൂടുതൽ തീക്ഷ്ണമായിട്ട് തോന്നുക, നമുക്ക് കണ്ണ് ഇങ്ങനെ ഇറുക്കി പിടിക്കേണ്ടി വരും. പിന്നെ ഈ കണ്ണിൻ്റെ വിഷൻ്റെ പെരിഫറൽ ഫീൽഡിൽ ചെറിയ നക്ഷത്രങ്ങൾ മാതിരി ഇങ്ങനെ മിന്നുന്ന ഷിമ്മറിങ് ആയിട്ടുള്ള ഫീൽസ് വരും. ചിലർക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻസൊക്കെ ഒരുമാതിരി വേവി ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരാം. പലർക്കും പല സിംറ്റംസും കാണില്ല, എല്ലാവർക്കും കാഴ്ച ഒരു കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ ഇങ്ങനെ ഈ ഡൈലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചെറിയ സ്പോട്ട്സ് ചെറിയ സ്പോട്ട്സൊക്കെ കാണും. അപ്പോൾ അത് ചെറിയ മൈക്രോസ്കോപ്പിക് ബ്ലീഡിങ് ആണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അതൊരു ലെവലിലെത്തിക്കഴിഞ്ഞാൽ ഈ റെറ്റിന ഒരു വാൾപേപ്പർ പോലെയാണ്. അതിൻ്റെ പുറകിൽ കൊച്ചു ബ്ലീഡ്സ് വന്നു കഴിഞ്ഞാൽ അത് ചെറിയ ഇറഗുലാരിറ്റീസ് ബംസ് ഒക്കെ വരും. അതിൽ ലൈറ്റ് അടിക്കുമ്പോഴേ അവരുടെ ഡിസ്റ്റർബൻസ് ആണ് ഈ വേവി ലൈൻസൊക്കെ ഇറഗുലർ ആകുന്നത്. അപ്പോൾ പിക്ചറൊക്കെ ഡിസ്റ്റോർട്ടഡ് ആവും. നമുക്ക് ചെറിയ സാധനങ്ങൾ വലുതായിട്ട് തോന്നും, ചിലപ്പോൾ വലിയ സാധനങ്ങൾ ചെറുതായിട്ട് തോന്നും. അങ്ങനെയുള്ള ഡിസ്മോർഫിയൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത സ്റ്റേജിലാണ് ഈ റെറ്റിന ഇങ്ങനെ ഈ വാൾപേപ്പർ എന്നുള്ള സാധനം ഈ വാളിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങും. അവിടെ ഫ്ലൂയിഡും ബ്ലീഡിങ്ങും വന്നിട്ട് അതിൽ നിന്ന് പറഞ്ഞു വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് പെട്ടെന്ന് ചിലപ്പോൾ ഒരു വെയിറ്റ് എടുക്കുകയോ എന്തെങ്കിലും ഒട്ടകാതെ ഒരു കർട്ടൻ ഇട്ട വാരി കണ്ണ് കാണാതാവും. അപ്പോൾ സഡൻ ലോസ് ഓഫ് വിഷൻ. പക്ഷെ അത് റിവേഴ്സിബിളാണ്. അങ്ങനെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചെറിയ ബ്ലീഡിങ് സ്പോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ ലേസർ അടിച്ച് അവിടെയുള്ളത് കരിച്ചു കളയും. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇഞ്ചെക്ഷൻസ് ഉണ്ട്. കണ്ണിൻ്റെ പുറകിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് ആ ആർട്ടിഫിഷ്യൽ ബ്ലഡ് വെസൽ എഗെയിൻ എവിടെയാണ് ഇൻസുലിൻ ഒരു ഗ്രോത്ത് ഫാക്ടർ ആകുന്നത്. ഇൻസുലിൻ്റെ ആ ഒരു ഗ്രോത്ത് ഫാക്ടർ ആവശ്യമില്ലാത്ത ബ്ലഡ് വെസൽസ് വളരും. ഈ വളരുന്ന ബ്ലഡ് വെസൽസ് എല്ലാം ഈ കടലിനകത്ത് പായൽ പിടിക്കുന്ന പോലെയാണ്. അത് വളരെ ഫ്ലിംസി ആയിരിക്കും, ഇങ്ങനെ കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെനുവസ് ആക്ട് ചെയ്ത് ഇതൊക്കെ ബ്ലീഡ് ചെയ്യും, ഇതൊക്കെ പൊട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അമിതമായിട്ട് വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ മലം പോകാനായിട്ട് കഠിനമായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. കണ്ണിനകത്തുള്ള രക്തക്കൊഴൽ പൊട്ടിയിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബ്ലീഡിങ് 2 ബ്ലീഡിങ് ആവും, പിന്നെ 2 10 ആവും. അപ്പോൾ അങ്ങനെ ആ ഏരിയസൊക്കെ ആ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് ഫൈബ്രസ് ടിഷ്യൂ വരും. അതിങ്ങനെ വലിക്കാൻ തുടങ്ങും. അത് വലിച്ചു കഴിഞ്ഞാൽ റെറ്റിനൽ മെംബ്രെയിൻ തന്നെ വലിഞ്ഞ് അങ്ങനെയാണ് അത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് വരാതിരിക്കാനാണ് അവിടെ ഇഞ്ചക്ഷൻ കാരണം ഇതിനെ കരിച്ചു കളയും, ലേസർ അടിച്ച് കരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. റെറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു പോയാൽ അതിൻ്റെ അകത്ത് ആ റെറ്റിനെ തിരിച്ച് റീഅറ്റാച്ച് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട്. കാറ്ററാക്ട് പോലുള്ള സംഭവം കാറ്ററാക്ട് ലെൻസിലാണ്, അത് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ലെൻസിനകത്ത് ക്ലൗഡിനെസ് വന്നു കഴിഞ്ഞാൽ ആ ലെൻസിനെ നമുക്ക് ചെറിയൊരു ഇൻസെക്ഷൻ വരെ അതിനെ സക്ക് ചെയ്ത് എടുത്ത് കളഞ്ഞിട്ട് വേറെ ആർട്ടിഫിഷ്യൽ ലെൻസ് വയ്ക്കും. അല്ല, അത് ഇതിന്റെ കാരണം കൊണ്ടാണോ അവിടെ വരിക? അല്ല, അത് സാറിന് ഏജിങ് പ്രോസസ്സ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഏജിങ് ഇപ്പോൾ പ്രായം കൂടുന്നു പറഞ്ഞാൽ ഡയബറ്റിക്സിന് എളുപ്പം പ്രായം കൂടും. അതുകൊണ്ട് അവർക്ക് കാറ്ററാക്ട്സ് കൂടുതലായിട്ട് വരും. അങ്ങനെയാണ് അത് വരുന്നത്, അല്ലാണ്ട് ഈ ബ്ലീഡിങ് കൊണ്ടല്ല വരുന്നത്. ഡോക്ടർ കുറേ തവണ GLP എന്നുള്ള വാക്ക് യൂസ് ചെയ്തു. ആക്ച്വലി എന്താണ് GLP-1, GLP-2 അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? GLP എന്ന് പറയുന്നത് ഗ്ലൂക്കഗോൺ ലൈക്ക് പോളിപെപ്റ്റൈഡ് എന്നാണ് പറയുന്നത്. അത് ഈ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഈ മറ്റേ അരിസോണ ഡെസേർട്ടിലുള്ള ഒരുതരം പല്ലികളുണ്ട്. അപ്പോൾ അതിൻ്റെ സലൈവ എന്നാണ് ഇത് ആദ്യം എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പഠിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ആനിമൽസ് വർഷത്തിൽ ഒരു തവണയേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ബാക്കിയുള്ള സമയം അവർ ഹൈബർനേറ്റ് ചെയ്യും. അപ്പോൾ അത് ഭക്ഷണം കഴിക്കാതെ വിശപ്പ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് അതൊരു ക്യൂരിയോസിറ്റി ആയി. അപ്പോൾ ഇത് ഇര പിടിച്ചു കഴിഞ്ഞാൽ ഇരയെ നല്ലപോലെ ഒരുപാട് സലൈവ വരും. ആ സലൈവ കൊണ്ട് ഇരയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കോട്ട് ചെയ്യും. എന്നിട്ട് അതിനെ നക്കിയാണ് അതിനെ കഴിക്കുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ചു, ആദ്യം റിസർച്ചേഴ്സ് വിചാരിച്ചത് ഈ സലൈവയ്ക്കകത്ത് ഒരു ടോക്സിനുണ്ട്, ഒരു വിഷമുണ്ട്. ആ വിഷമാണ് ഇതിനെ പാരലൈസ് ചെയ്ത് ഇരയെ പിടിക്കാനായിട്ട് പ്രയോഗിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വിഷം എന്താണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ സാമ്പിൾസ് എടുത്ത് അതിന് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് ഗ്ലൂക്കഗോൺ പോലെ ഇരിക്കുന്നത്. ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞാൽ പാൻക്രിയാസ് തന്നെ പുറപ്പെടുവിക്കുന്ന വേറൊരു ഹോർമോണാണ്. ഇൻസുലിനും ഗ്ലൂക്കഗോണും 2 ഹോർമോൺസാണ് പാൻക്രിയാസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റാണ്. അത് ഷുഗർ കൂട്ടും. ലിവറിനകത്ത് വർക്ക് ചെയ്തിട്ട് ലിവറിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് ഗ്ലൈക്കജൻ എന്ന് പറഞ്ഞതിനെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി ബ്ലഡിലോട്ട് റിലീസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് പാൻക്രിയാസ് ഷുഗർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ പുറപ്പെടുവിച്ച്
ഷുഗർ തീരെ ലോ ആയി പോയി കഴിഞ്ഞാൽ ഇൻസുലിനെ ഓഫ് ചെയ്തിട്ട് ഗ്ലൂക്കോൺ റിലീസ് ചെയ്യും. അപ്പോൾ ഗ്ലൂക്കോൺ വെച്ച് ഷുഗർ തിരിച്ച് മുകളിൽ കയറി വരും. അപ്പോൾ ഇതൊരു ഒരു 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 എന്താ പറയുന്നത്, ഒരു ഓർക്കസ്ട്ര ചെയ്യുന്ന ആ പ്രൊസിഷനിലാണ് പാൻക്രിയാസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡുകളിലും ഈ വ്യത്യാസങ്ങൾ കാണാം. അതായത് 80-നും 100-നും ഇടയ്ക്ക് ഷുഗർ ഇങ്ങനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അത് ഒരു ഫിക്സഡ് ലെവലിൽ നിൽക്കില്ല. അതിങ്ങനെയാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മോളിക്യൂൾ ഇൻസുലിൻ റിലീസ് ചെയ്തു, ഷുഗർ താഴെ പോയി 80-ന് താഴെ പോയി കഴിഞ്ഞാൽ ഉടനെ അത് ഇൻസുലിൻ ഓഫ് ചെയ്തിട്ട് ഗ്ലൂക്കോൺ ഓൺ ചെയ്യും. അപ്പോൾ ഗ്ലൂക്കോൺ അത് അതിൻ്റെ മുകളിൽ കൊണ്ടുകൊണ്ടുവരും. അത് 120 വരെ പോയി കഴിഞ്ഞാൽ ഉടനെ അത് ഓഫ് ചെയ്തിട്ട് ഇൻസുലിൻ റിലീസ് ചെയ്യും. ഈ ഓൾട്ടർനേറ്റീവ് മെക്കാനിസംസ് ആണ് പാൻക്രിയാസ് നടക്കുന്നത്. അപ്പോൾ ഇത് ഡയബറ്റിക്സിൽ ഈ ഇൻസുലിൻ്റെയും ഗ്ലൂക്കോണിൻ്റെ, ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോൺ ഷട്ട് ഓഫ് ആവും. പക്ഷേ ഷുഗർ കൂടുകയല്ലേ, അപ്പോൾ ഗ്ലൂക്കോൺ ഷട്ട് ആവും, ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടും. എന്നുവെച്ചാൽ ഷുഗർ കൂടിക്കൊണ്ടിരിക്കുക അതിനെ കുറച്ചുകൊണ്ട് വരണം. അപ്പോൾ അതാണ് മെയിൻ പ്രവർത്തനം പാൻക്രിയാസിൽ. ഈ GLP-1 എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോൺ ലൈക്ക് പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മോളിക്യൂൾ സീക്വൻസ് നോക്കിയപ്പോൾ ഗ്ലൂക്കോൺ പോലെ ഇരിക്കുന്നത്. പക്ഷേ അതിന് ഇൻസുലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇൻസുലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഗ്ലൂക്കോൺ ആണെങ്കിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ കൂടണം, മറ്റേ ഷുഗർ കുറയും. അപ്പോൾ അതുകൊണ്ട് ഇൻസുലിനെ പോലെ ജോലി ചെയ്യുന്ന പക്ഷേ ഗ്ലൂക്കോൺ പോലെ ഇരിക്കുന്ന ഒരു ഹോർമോണാണിത്. അതുകൊണ്ടാണ് ഗ്ലൂക്കോൺ ലൈക്ക് പെപ്റ്റൈഡ് എന്ന് പേരിട്ടത്. അത് 1-ഉം 2-ഉം ഉണ്ട്. 1-ന് ചില റിസപ്റ്റേഴ്സ് ഉണ്ട്, അതുവഴി ആക്ട് ചെയ്യും. 2 എന്നുള്ളത് വേറെ, ബേസിക്കലി ഇറ്റ്സ് സിമിലർ, പക്ഷേ അതിന് 2 ഡിഫറെൻറ്റ് റിസപ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് 2 ഡിഫറെൻറ്റ് മോളിക്യൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹോർമോൺ എന്നാൽ ശരി, ഇതിൻ്റെ ഷുഗറിനുള്ള എഫക്റ്റ് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ഡയബറ്റിക് മൈസ് ആൻഡ് ഡയബറ്റിക് റാറ്റ്സിൽ ഇത് ഇഞ്ചെക്ട് ചെയ്തു. ഡയബറ്റിക് മൈസിലും ഡയബറ്റിക് റാറ്റ്സിൽ ഇഞ്ചെക്ട് ചെയ്തപ്പോഴത്തേക്കും അവരുടെ ഷുഗർ കുറയുന്നതായിട്ടുണ്ട്. ഇവർ പ്രിഡിക്റ്റ് ചെയ്തത് ഷുഗർ കൂടുമെന്ന് വിചാരിച്ചു, ഗ്ലൂക്കോണിനെ പോലെ ഇരിക്കുന്നതാണ്. പക്ഷേ ഷുഗർ കുറഞ്ഞു, ഇതിൻ്റെയൊക്കെ ഡയബറ്റീസ് മാറി. അപ്പോൾ ഇത് ഇൻസുലിൻ പോലത്തെ ഒരു സാധനമാണല്ലോ. എന്നാൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടപ്പോഴത്തേക്കും ഈ പാൻക്രിയാസിനകത്ത് ഈ ഗ്ലൂക്കോണിനെ അത് ആ സെല്ലുകളെ സപ്രസ് ചെയ്യുകയും ഇൻസുലിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എഫക്റ്റാണ് അതിനുള്ളത്. അപ്പോൾ എന്ന് മാത്രമല്ല, ഈ പാൻക്രിയാസിലുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിനെയൊക്കെ അത് ഉത്തേജിപ്പിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇത് ഡയബറ്റിക്സിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയബറ്റിക്സ് യൂസ് ചെയ്തപ്പോഴത്തേക്കും ഇതിന് പുറമേ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്, ഇത് ബ്രെയിനിനകത്ത് പോയിട്ട്, ഇതേ സാധനം തന്നെ ബ്രെയിനിനകത്ത് പോയിട്ട് അവിടെ ഒരു ആപ്പറ്റൈറ്റ് സെൻറ്റർ എന്നും സറ്റൈറ്റി സെൻറ്റർ എന്ന് 2 സെൻറ്ററുണ്ട്. ആപ്പറ്റൈറ്റ് സെൻറ്റർ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വിശപ്പ് കൂടും, സറ്റൈറ്റി സെൻറ്റർ ടേൺ ഓൺ ചെയ്താൽ വിശപ്പ് പോകും. അപ്പോൾ ഇതിൽ സറ്റൈറ്റി സെൻറ്ററിൽ ഇത് ലോഗിൻ ചെയ്തിട്ട് അവിടെ അത് ഓണാക്കിയിട്ട് വിശപ്പ് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് കളയും. അപ്പോൾ അങ്ങനെയാണ് ഈ ആനിമൽ അരിസോണ ഡെസേർട്ടിൽ സർവൈവ് ചെയ്യുന്നത്. ഒരു വർഷത്തോളം ഭക്ഷണം കഴിക്കാതെ സർവൈവ് ചെയ്യുന്ന ഈ കോപ്പിയസ് എമൗണ്ട്സ് ഓഫ് ഈ ഹോർമോൺ ഇതിൻ്റെ സലൈവ വഴി വന്ന് അത് ഉള്ളിനകത്ത് ചെന്നിട്ട് അത് അതിൻ്റെ ബ്രെയിനിൻ്റെ അടുത്ത് പറയും, നിനക്ക് വിശപ്പില്ല എന്നുള്ള സിറ്റുവേഷനിലാക്കും. അറ്റ് ദ സെയിം ടൈം ഷുഗർ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യും, പാൻക്രിയാസിന് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ഈ ഹൈബർനേറ്റ് ചെയ്യുന്ന ആനിമൽസിനുള്ളൊരു അഡാപ്റ്റീവ് മെക്കാനിസമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഇതെന്തുകൊണ്ട് മനുഷ്യരിൽ ഉപയോഗിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ലെവൽസ് ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ദേഹത്ത് ഇത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് റിലീസ് ചെയ്യുന്നത്, ഈ GLP-1 റിലീസ് ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വയറ് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് വയറിൻ്റെ അകത്ത് ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഈ ഹോർമോൺ റിലീസ് ചെയ്തത്. ബ്രെയിനിൽ പോയി പറയും, ഇനി കഴിക്കണ്ട, മതി, വയറ് നിറഞ്ഞു എന്നുള്ള ഫീലിംഗ് കിട്ടുന്നത് ഈ ഹോർമോണിൻ്റെ എഫക്റ്റാണ്. അപ്പോൾ ഇത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ മെസ്സേജാണ് ബ്രെയിനിന് കിട്ടുന്നത്. ഭക്ഷണമൊന്നും കഴിച്ച് കാണത്തില്ല, പക്ഷേ നീ കഴിച്ചു, നിൻ്റെയൊക്കെ വയറിന് സ്ഥലമില്ല. അപ്പോൾ എന്നിട്ട് വയറിൻ്റെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് കൂടുതൽ ഫ്ലാറ്റ് ആവുകയും അതിൽ പെരിസ്റ്റാൾട്ടിക് വേവ്സ് കുറയുകയും ചെയ്യും. അപ്പോൾ അതൊരു ഫ്ലാറ്റ് ആൻഡ് ഫ്ലാസിഡ് ആവും. അത് അങ്ങനെ ഒരു എഫക്റ്റ് വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഫ്ലാറ്റ് ആൻഡ് ഫ്ലാസിഡ് ആയിട്ടുള്ളൊരു സ്റ്റമക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഫുഡ് നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത് അവിടെ മണിക്കൂറുകളോളം കിടക്കും. അപ്പോഴാണ് നമുക്ക് പിന്നെ വിശപ്പും വരത്തില്ല, വയറിൽ ഭക്ഷണം കിടക്കുന്നു എന്നൊരു തോന്നൽ വരുന്നത്. അപ്പോൾ നമ്മൾ 1 ഇഡ്ഡലിയോ 2 ഇഡ്ഡലിയോ കഴിച്ചു കഴിഞ്ഞാൽ അത് കുറേ നേരത്തേക്കുള്ള അത് അങ്ങനെ തന്നെ കിടക്കും, നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. ചിലർക്ക് ഇൻഫാക്റ്റ് ഇതിൻ്റെ എഫക്റ്റ് കാരണം അവർക്ക് ഫോഴ്സ് ചെയ്യേണ്ടി വരും ഭക്ഷണം കഴിക്കാൻ, അത്ര വിശപ്പ് കാണാതെ വരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ GLP-1, GLP-2 ഹോർമോൺസ് കൂടുതലായിട്ടുള്ള ബ്രെയിനിനകത്താണ് ആ റിസപ്റ്റേഴ്സ് കൂടുതലുള്ളത്. അവിടെയാണ് GLP-1 പോയി ചെന്ന് അത് റിയാക്ട് ചെയ്തിട്ട് ആ ആപ്പറ്റൈറ്റ് കുറയ്ക്കുന്ന എഫക്റ്റ് വരുന്നത്. ഈ GLP-1 കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് വിശപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേ സമയം ഇതിന് സൈഡ് എഫക്ട്സ് ആയിട്ട് ഇപ്പോൾ ഫാറ്റ് ലോസ് ഉണ്ടാകുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ പറയുന്ന പോലെ മസിൽ ലോസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പൊതുവേ കണ്ടുവരുന്നത്.
ഇതിൻ്റെ സൈഡ് എഫക്റ്റ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി വയറിൻ്റെ പ്രവർത്തനത്തിൽ വയറിൻ്റെ ഫ്ലാസിഡിറ്റി വരുന്നു, കാരണം ഗ്യാസ് ഉണ്ടാകും, ചിലപ്പോൾ ഏമ്പക്കം ഒരുപാട് വരുന്നതായിട്ട് തോന്നും, പുളിച്ചത് കെട്ടലുണ്ടാകാം. പിന്നെ വയറിനകത്ത് എംറ്റിങ് പ്രോസസ്സ് വളരെ ഇറഗുലറായത് കാരണം അതുപോലെ തന്നെ കോളനിനകത്തും വലിയ വൻകുടലിലും ചെറുകുടലിലും ഒക്കെ ചില സെഗ്മെൻറ്റ്സ് മൂവ് ചെയ്യാതെ അതിൻ്റെ അകത്തുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അതിലെ ദ്രാവക അംശം മുഴുവൻ വലിച്ചെടുത്തിട്ട് അത് കട്ടി കൂടിയിട്ട് കോൺസ്റ്റിപ്പേഷൻ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഈ വെയിറ്റ് ലോസ് വരുന്നത് നമ്മൾ ഭക്ഷണം ഉള്ളിലേക്ക് ചെല്ലാതിരുന്ന് നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നാച്ചുറലി ഒരു നെഗറ്റീവ് കാലറി ബാലൻസ് വന്നിട്ട് നമുക്ക് അത്രയും വെയിറ്റ് ലോസ് വരും. അത് കൂടുതലും വിസറൽ ഫാറ്റാണ് പോകുന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ ചിലർക്ക് ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ മസിൽ ലോസും വരും. അപ്പോൾ മസിലും പോയി കഴിഞ്ഞാൽ അതൊരു നല്ലൊരു പ്രവണതയല്ല. എന്ന് വെച്ചാൽ ശരീരം വീക്കായി കഴിഞ്ഞാൽ അത് മൊബിലിറ്റി എഫക്റ്റ് ചെയ്യും, ബാലൻസിനെ എഫക്റ്റ് ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അത് കാരണം നമ്മളത് വളരെ ശ്രദ്ധിച്ച് വേണം ഇവരുടെ ഡയറ്റ്സൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ. ഇന്ന സമയത്ത് ചിലർക്ക് ക്ലോക്ക് വെച്ചിട്ട് അലാം വെച്ചിട്ട് അവരുടെ അടുത്ത് ഇന്ന സമയത്ത് ഇത്രയും ഭക്ഷണം കഴിക്കണമെന്ന് പറയും. എന്നിട്ട് ഈ വയറിനെ പ്രൊപ്പൽഡ് ചെയ്യാനായിട്ട് അകത്തുള്ള ഫുഡ് കണ്ടൻസൊക്കെ കറക്റ്റായിട്ട് എംപ്റ്റി ചെയ്യാനായിട്ടാണ് നമ്മൾ അങ്ങനെയുള്ളൊരു ജെലാറ്റിൻ എന്നുള്ള സാധനം കഴിക്കാൻ പറയും. പിന്നെ ഈ ഭക്ഷണത്തിന് ശേഷം ഒരു 10 മിനിറ്റ് എണീറ്റ് നടക്കാൻ പറയും. അപ്പോൾ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് വരുമ്പോഴത്തേക്കും തന്നെ കുറച്ച് ഫുഡ് എംപ്റ്റിങ് അതിൻ്റെ എഫക്റ്റും വരും. അപ്പോൾ അത് തന്നെ കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ടുള്ളവർക്ക് ചിലർക്ക് ബ്ലീഡിങ് വരെ വരുന്ന ടെൻഡൻസി വരും. ഈ ഹാർഡായിട്ടുള്ള സ്റ്റൂള് പുറന്തള്ളുമ്പോഴത്തേക്കും അത് സൈഡിലൊക്കെ ഉരഞ്ഞ് ബ്ലീഡിങ്ങും ഫിഷറും ടയറും ഒക്കെ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൂൾ സോഫനേഴ്സ്, ഈ മലത്തിനെ സോഫ്റ്റ് ആക്കാനുള്ള ക്യാപ്സ്യൂൾസ് ഉണ്ട്, അത് കഴിക്കാൻ പറയും. വെള്ളം ധാരാളം കുടിക്കണം ഡെഫിനറ്റ്ലി. പിന്നെ ഫൈബറുള്ള റഫേജുള്ള ഫ്രൂട്ട്സൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ പറയും. ചിലർക്ക് പലരും ഈ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞ സാധനം, മഞ്ഞ കളറുള്ള ഡ്രാഗൺ, സാധാരണ ചുവപ്പല്ല, മഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു എഫക്റ്റ് വരുന്നുണ്ടെന്ന് ചിലരൊക്കെ ആനക്ഡോട്ടലി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ GLP-1 എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വെയിറ്റ് ലോസ് വരുമെന്ന് പറയും. പക്ഷെ അതിപ്പോൾ നമ്മൾ നിർത്തുകയാണെങ്കിൽ പെട്ടെന്ന് റീബൗണ്ട് വെയിറ്റ് കയറാൻ സാധ്യതയില്ല. അപ്പോൾ അതെങ്ങനെ ലോങ് ടേമിൽ നമുക്കിതെങ്ങനെ സ്ട്രാറ്റജിക്കലി ചെയ്യാം? വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ അത് ഒരുപാട് പേർ കാണുന്നുണ്ട്. ഇൻഫാക്റ്റ് ചിലർ പറയുന്നത് ലൈഫ് ലോങ് എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ തിരിച്ച് ആ വെയിറ്റ് തിരിച്ച് കയറും. ഇൻഫാക്ട് തിരിച്ച് കയറുന്ന വെയിറ്റ് മുമ്പത്തെ വെയിറ്റിനേക്കാളും കൂടുതലായിട്ട് കയറും. എന്നുവെച്ചാൽ ഈ ആപ്പറ്റൈറ്റ് റീബൗണ്ട് എന്നൊരു സംഭവമുണ്ട്. ഈ സെറ്റൈറ്റി സെൻറ്റർ സപ്രസ് ചെയ്ത് വെച്ച് ഇരുന്നിട്ട് അതെടുത്ത് മാറ്റി കഴിയുമ്പോഴത്തെ ആപ്പറ്റൈറ്റ് സെൻറ്റർ പെട്ടെന്ന് കയറി അങ്ങ് ആക്റ്റീവ് ആവും. അമിതമായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നും, കഴിച്ചത് നിറഞ്ഞില്ല എന്ന് തോന്നും. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം ചിലർ കാലറിക്ക് ഓവർലോഡ് വന്നിട്ട് ആ പോയ വെയിറ്റിൻ്റെ കൂടുതൽ വെയിറ്റ് കയറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ അതിനുള്ള സ്ട്രാറ്റജി നമ്മൾ പറയുന്നത് ഇത് പെട്ടെന്ന് നിർത്തരുത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ടേപ്പർ ചെയ്തുകൊണ്ട് വന്നിട്ട് ചെറിയൊരു ഡോസ് വെച്ചിട്ട് അത് കൂടുതൽ പ്രൊലോങ് സമയം എടുത്തിട്ട്, അപ്പോൾ ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷനാണ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറേശ്ശെ കൂട്ടി കൊണ്ടുവന്ന് ഡിസൈഡ് എഫക്റ്റ് കിട്ടുന്ന ഡോസിൽ നിർത്തും. ആ നിർത്തിയിട്ട് അത് എവറി വീക്ക് എടുത്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഡിസൈഡ് വെയിറ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഡോസ് തന്നെ നമ്മൾ കുറച്ചുകൂടെ പ്രൊലോങ് ചെയ്ത് കൊടുക്കും. അതായത് എവറി വീക്ക് എടുക്കേണ്ട, എവറി 2 വീക്സ് എടുക്കുക, അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക. അപ്പോൾ അങ്ങനെ ക്രോണിക് സപ്രസീവ് തെറപ്പി എന്നുള്ളത്. പിന്നെ ഇൻ്റർമിറ്റൻറ്റ് തെറപ്പി എന്നുള്ള പരിപാടിയുണ്ട്. ചിലയിടത്ത് നിർത്തിയിട്ട് ഒരു 6 മാസം വെയിറ്റ് ചെയ്യുക, വെയിറ്റ് റീഗെയിൻ ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴേ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുക പഴയ പോലെ. അത് ഇൻ്റർമിറ്റൻറ്റ് തെറപ്പി. അതിലും വളരെ എഫക്റ്റീവായിട്ട് നമുക്കത് വെയിറ്റ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം. GLP-1 or 2 അത് എടുക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? അതായത് ഈ ഞാൻ പറഞ്ഞ മാതിരി ഈ പെരിസ്റ്റാൾട്ടിക് വേവ്സിനെ അത് ഡിലേ ചെയ്യും. ചിലപ്പോൾ റിവേഴ്സ് പെരിസ്റ്റാൾസിസ് എന്നൊരു കണ്ടീഷൻ വരും. റിവേഴ്സ് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് പോകുന്നതാണ് പെരിസ്റ്റാൾട്ടിക് വേവ് നോർമലി. അപ്പോൾ വയറ് ഇങ്ങനെ ചെറുകുടലിലോട്ട് എംപ്റ്റി ചെയ്യും, ചെറുകുടൽ വൻകുടലിലോട്ട് എംപ്റ്റി ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മലം പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ, അപ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ട് ആ വേവ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബൈൽ എന്ന് പറഞ്ഞാൽ പിത്തരസം ലിവറിൽ നിന്ന് വരുന്നത് ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് അതുവഴി ബൈൽ ഡക്റ്റ് വഴി ഈ ചെറുകുടലിലോട്ട് വരുന്നത് ചിലപ്പോൾ അവിടുന്ന് ചെറുതായിട്ട് ട്രിക്കിൾ ചെയ്ത് 1-2 തുള്ളി തിരിച്ച് ഇങ്ങോട്ട് വരുന്ന അടുത്ത ഓർഗൻ പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിൻ്റെ ഡക്റ്റിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇൻഫ്ലമേഷൻ പാൻക്രിയറ്റൈറ്റിസ് എന്നുള്ള സംഭവം ഉണ്ടാകും. അപ്പോൾ അത് വയറുവേദന, കലശലായ വയറുവേദന, ഛർദിൽ, പിന്നെ നമുക്ക് നേരെ കിടക്കാൻ പറ്റത്തില്ല, അത്ര വേദന ആയിരിക്കും. ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ അതിൻ്റെ അകത്ത് IV ഫ്ലൂയിഡ്സൊക്കെ തന്ന് ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് നിർത്തി വെച്ചിട്ട് ഇതിൻ്റെ സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവർ പാൻക്രിയറ്റൈറ്റിസ് ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റായിട്ട് തന്നെ ചിലർ പറയാറുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഒരു സിറ്റുവേഷനിൽ
പലരും ഈ വോമിറ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ഫോർ എക്സാമ്പിൾ ക്യാൻസറിനുള്ള കീമോതെറപ്പിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ നാച്ചുറലി തന്നെ വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക്. അത് ബ്രെയിനിനകത്തൊരു കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ എന്നൊരു CTC എന്നൊരു സാധനമുണ്ട്. അത് ടേൺ ഓൺ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും. ഭയങ്കര ദൂരത്തിൽ ഛർദ്ദിച്ച് കളയുന്ന അത്ര ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള വോമിറ്റിംഗ് വരുന്ന ടെൻഡൻസിയാണ്. അങ്ങനെയുള്ളവർക്ക് ഓൾറെഡി റിവേഴ്സ് പെരിസ്റ്റാൾസിസ് ഉണ്ട്. അങ്ങനെയുള്ളവർ ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അത് ഉടനെ നിർത്തിവെക്കണം. ഇല്ലെങ്കിൽ അത് ഈ പറഞ്ഞ മാതിരി പാൻക്രിയാസ് ഭയങ്കര ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അത് തന്നെ പാൻക്രിയാസിനെ ഓട്ടോ ഡൈജഷൻ എന്നൊരു പ്രക്രിയ വഴി നശിപ്പിച്ച് കളയും. അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിംറ്റമാണ്. അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം.